ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 മെയ് മാസം 6 വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 100ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് തന്ന വലിയ സ്നേഹത്തിനായി ദൈവത്തിന് കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് ഈ രാത്രിയിൽ തുറന്നുള്ള പഠനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഒടുക്കത്തെ നാളിനുള്ള ബന്ധത്തിൽ നാം സംഭവിക്കേണ്ട 7 കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുമാണ് കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചത്. ഉണ്ടാക്കാനുള്ള ദിവസത്തിലേക്ക് പുതിയ ഭൂമി പ്രത്യക്ഷമാകുകയും ഉണ്ടാക്കാനുള്ള ഭൂമി പ്രത്യക്ഷമായി അവിടേക്ക് പ്രവേശിപ്പിക്കേണ്ടവരെ പ്രവേശിപ്പിച്ചിട്ട് സ്വർഗാസുരത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവും അവനോട് കൂടെ വന്ന സകല വിശുദ്ധന്മാരും തിരികെ പിതാവാം ദൈവത്തെ രാജ്യം പരിമേൽപ്പിക്കാൻ കരയേറിപ്പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഉണ്ടാക്കുവാനുള്ള ദിവസം എന്നുള്ളത് വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. അപ്പം ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമാണ് ഓരോ ദിവസവും സൃഷ്ടിക്കുന്നത്. മനുഷ്യർക്കാർക്കും ദിവസങ്ങളെ സൃഷ്ടിക്കാൻ കഴിയത്തില്ല. ദൈവമാണ് സൃഷ്ടിക്കുന്നത്. ദൈവം സൃഷ്ടിച്ചില്ലെങ്കിൽ നാളെ ഒരു ദിവസമില്ല. അപ്പോൾ ഓരോ ദിവസവും ദൈവം നമുക്ക് സൃഷ്ടിച്ചു നൽകുന്ന ദൈവിക പദ്ധതികൾക്കായി ദൈവം ഒരുക്കി തരുന്ന ദിവസങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഈ ദിവസമെല്ലാം ഇപ്പോഴത്തെ ആകാശഭൂമിയുള്ള ബന്ധത്തിൽ, സൂര്യചന്ദ്രനുള്ള ബന്ധത്തിലുള്ള ദിവസങ്ങളെല്ലാം തീർന്നിട്ട് ഒടുക്കത്തെ നാളിൽ അതെല്ലാം അസ്തമിച്ച് പഴയതെല്ലാം കഴിഞ്ഞു പോയിട്ട് പുതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഉള്ള ബന്ധത്തിലുള്ളതാണ് ഉണ്ടാക്കാനുള്ള ദിവസം. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ 7 ദിവസങ്ങളുള്ള ബന്ധത്തിലുള്ള ലോക സ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ പാഴ്ശൂന്യമായി പോയ ഭൂമിയെ ദൈവം അത് വീണ്ടും റിനോവേഷൻ ചെയ്തതുവാ അതിനെ വീണ്ടും പുനഃസ്ഥാപിച്ചെടുത്ത് മനുഷ്യവാസത്തിനുള്ള അനുകൂലമായിരിക്കുന്ന ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചെടുത്തതിനെ കുറിച്ച് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ മലാഖിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 3 ദിവസങ്ങളുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയാണ് പഴയ നിയമം അവസാനിപ്പിച്ചിരിക്കുന്നത്. 7 ദിവസങ്ങളുള്ള ബന്ധത്തിൽ തുടങ്ങിയിട്ട് 3 ദിവസങ്ങളുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടാണ് പഴയ നിയമം എഴുതി പൂർത്തീകരിച്ചിരിക്കുന്നത്. അതേക്കുറിച്ച് നമ്മൾ നേരത്തെ ഒന്ന് ചിന്തിച്ചിരുന്നു. എങ്കിലും അതൊന്നുകൂടി മനസ്സിലാക്കി പോകുന്നത് ഈ ഉണ്ടാക്കാനുള്ള ദിവസത്തെക്കുറിച്ചുള്ള പഠനത്തോടുള്ള ബന്ധത്തിൽ ആവശ്യമായിരിക്കുന്നതുകൊണ്ടാണ് ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസമുണ്ട്. അത് കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചു, മനസ്സിലാക്കി. അത് ഒടുക്കത്തെ നാളിലാണ്. ചൂള പോലെ കത്തുന്ന ദിവസം വരും. അന്ന് അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരൻ തലടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയും. വരുവാനുള്ള ദിവസം, അത് കള്ളനെ പോലെ വരുന്ന ദിവസമാണ്. ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു ദിവസം, അവസാനത്തെ ദിവസം, ഒടുക്കത്തെ നാൾ. അപ്പോൾ ഒടുക്കത്തെ നാളുണ്ട്. ഒടുക്കത്തെ നാളെന്ന് പറഞ്ഞാൽ അതോടുകൂടി അഴിഞ്ഞു പോകുന്നതും ജീർണിക്കുന്നതുമായതെല്ലാം കത്തി കഴിയപ്പെട്ട് പഴയതെല്ലാം നഷ്ടപ്പെട്ട് ഇല്ലാതായി തീർന്നിട്ട് ആ ഭൂമിയും കത്തി കഴിയപ്പെടും. ആകാശവും ഭൂമിയും കത്തി കഴിയപ്പെടുന്നു. സമുദ്രവും ഇല്ലാതെ പൊതുവാന ഭൂമി പ്രത്യക്ഷപ്പെടുകയും അവിടേക്ക് ജീവിതങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കത്തി കഴിയാനുള്ളതായിരിക്കുന്നതിനെ കുറിച്ചാണ് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം എന്നിവിടെ പറയുന്നത്. ഒടുക്കത്തെ നാളാകുന്നു. ഒന്നാണ് മനുഷ്യരുടെ അന്ത്യ ന്യായം നടക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ 7 സംഭവങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നു. രണ്ടാമത് 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ദിവസം 5-ാമത്തെ വാക്യം, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം
അപ്പന്മാരോടും നിരപ്പിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്, മഹത്വ പ്രത്യക്ഷതയാണ്. അപ്പം അത് വരുന്നതിന് മുമ്പായിട്ട് ഏലിയാ പ്രവാചകനെ അയച്ച് രക്ഷയുടെ പ്രവൃത്തി നടത്തും. അതാണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ശിക്ഷിക്കുമെന്ന് പറഞ്ഞല്ല, നശിപ്പിക്കുമെന്ന് പറഞ്ഞല്ല പഴയ നിയമം പൂർത്തീകരിച്ചിരിക്കുന്നത്, നിരപ്പിക്കുമെന്ന് പറഞ്ഞാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. നിരപ്പിക്കത്തില്ല, ശൂന്യമാക്കി കളയും, ഇല്ലാതാക്കി കളയും, നശിപ്പിച്ചു കളയുമെന്നൊക്കെയാണ് ഇരുളിൻ്റെ പ്രവൃത്തി അല്ലേ. അങ്ങനെയാണ് തുടങ്ങിയത്. പാഴും ശൂന്യമാക്കി തീർത്തു. നിരപ്പില്ലാത്ത ഒരവസ്ഥ, ദൈവമായിട്ട് ഒരിക്കലും നിരക്കാൻ കഴിയാത്തതാണ് ഇരുളിൻ്റെ ശക്തി. എന്നാൽ ഈ പുസ്തകം എഴുതി തീർത്തത് നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞല്ല എഴുതി തീർത്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിരപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇത് പൂർത്തീകരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ലോകാരംഭത്തിലുണ്ടായിരുന്ന മനുഷ്യപാപം ദൈവത്തിൽ നിന്ന് അകന്നുപോയി, മനുഷ്യനും ദൈവമായി ഒരുപാട് അകന്നുപോയി, തമ്മിൽ നിരപ്പിക്കുവാൻ ആരുമില്ലാതെ ഇരുന്നപ്പോൾ മനുഷ്യനെയും ദൈവത്തെയും മനുഷ്യനെയും ദൈവത്തെയും അകന്നുപോയ മനുഷ്യജാതിയെ ദൈവത്തോട് നിരപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിനായി ലോകത്തിൽ വന്നത്. എന്നാൽ അവന് മുന്നോടിയായി വരേണ്ട ഏലിയാവാകുന്ന യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഏലിയാവ് പ്രവാചകനെ അയക്കും, ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളുടെ ഹൃദയം അപ്പന്മാരോട് നിരപ്പിക്കും. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിന് വേണ്ടിയുള്ള ശുശ്രൂഷ നിർവഹിക്കുമെന്ന് പറയുകയും അതിനുശേഷമായി യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരും. അഥവാ കർത്താവിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയിലാണ് യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ. അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അന്ന് ജീവനോടിരിക്കുന്ന സകലരുടെയും ജീവനോടിരിക്കുന്ന സകല ഭാവികളുടെയും ദൈവത്തിൽ നിന്ന് അകന്നുപോയ സകല മനുഷ്യരുടെയും അന്ത്യന്യായ വിധി ആണ്. ജീവനോടിരുന്നവരുടെ അന്ത്യന്യായ വിധിയാണ് കർത്താവിന് വലുതും ഭയങ്കരമായ ദിവസത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. മൂന്നാമത്തെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് 2 പ്രവചന വാക്യങ്ങൾ മലാഖിയുടെ പുസ്തകത്തിൽ ഉണ്ടാക്കുവാനുള്ള ദിവസത്തെക്കുറിച്ചുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായം 17-ാം അധ്യായം 18-ാമത്തെ വാക്യവും അതുപോലെ മലാഖിയുടെ പ്രവചനം 4-ാം അധ്യായം 3-ാം വാക്യവുമാണ് 2 പരാമർശങ്ങൾ ഉണ്ടാക്കുവാനുള്ള ദിവസമുള്ള ബന്ധത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വീണ്ടും കാണുമെന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടിട്ടുണ്ട്. ദൈവത്തെ സേവിക്കുന്നവരുടെ വ്യത്യാസത്തെക്കുറിച്ച് നമുക്കറിയാം. പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അറിയാം, ദൈവത്തെ സേവിച്ചവരെ സേവിക്കാത്തവരെ, ദൈവത്തിനടുത്തെ എല്ലാത്തിനെയും കുറിച്ചുള്ള വ്യത്യാസം ദൈവം കാണിച്ചു. എന്നാൽ അവസാനമായിട്ടുള്ള ഒടുക്കത്തെ നാളിലുള്ള ബന്ധത്തിൽ ഒടുക്കത്തെ മരിച്ചവരുടെ അന്ത്യന്യായ വിധിയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ പൂർത്തീകരണം കഴിയുമ്പോൾ സമുദ്രമേൽപ്പിച്ചു കൊടുക്കുന്നവരും അതുപോലെ മരണമാകുന്ന നരകം ഏൽപ്പിക്കുന്നവരും പാതാളമാകുന്ന അധമപാതാളം ഏൽപ്പിക്കുന്നവരും അവരെ എല്ലാവരെയുമാണ് വെള്ളസിംഹാസനം മുമ്പാകെ അന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അന്ന് ദൈവം അതുവരെ ആദരിക്കാതിരിക്കുന്നവരാണ് നിത്യയോഗ്യതയായിട്ടുള്ളവർ. ബാക്കിയുള്ളവരെല്ലാം സ്വർഗാസ്വർഗത്തിൽ കടന്നുപോയി അവിടെ ആദരിക്കപ്പെടുന്നവരാണ്. നമ്മൾ ദൈവത്തിന് എനിക്ക് ശുശ്രൂഷ എന്നോട് കൂടി ഇരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം കർത്താവിനോട് ശുശ്രൂഷ ചെയ്ത് അവനെ അനുഗമിക്കുന്നവർ കർത്താവിനോട് മണവാട്ടിയായിട്ട് അവനോട് കൂടി ഇരിക്കുന്ന പദവിയുണ്ട്. നമ്മുടെ സ്വർഗാസ്വർഗത്തിൽ കൊണ്ട് ആദരിക്കും. എന്നാൽ കർത്താവ് പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ആദരിക്കുന്നത് മണവാട്ടി സഭയല്ല, തോഴിമക്കാരെയോ തോഴിമാരെയോ അല്ല, പഴയ നിമിഷന്മാരെയോ അല്ല, 144,000 അല്ല. ഈ നിക്ഷേപമായിരിക്കുന്ന ഭൂമിയിൽ നിന്ന് നിക്ഷേപമായിട്ട് ദൈവം എടുക്കുന്ന
പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ദൂതതുല്യരായി തീർന്ന മനുഷ്യരെയാണ്, അതുപോലുള്ള സൃഷ്ടികളെയാണ് ദൈവം ആദരിക്കുന്നത്. അതുപോലെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ പഠിച്ചു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ദൂതതുല്യരായ മനുഷ്യരും ഒന്നാമത്തെ ആകാശത്ത് നിന്ന് ശിക്ഷിച്ചിരിക്കുന്ന ദൂതന്മാരുമാണ് പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ എനിക്ക് സൂക്ഷിക്കുന്നത് പോലെ അവനെ ആദരിക്കും പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ അതെന്താണ് വ്യത്യാസം എന്നുള്ളത് തുടർന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രവചനം ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് എഴുതി വെക്കത്തില്ല. അത് ഒരു പ്രവചനം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം മറ്റൊരു ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ കണ്ടെത്തി അതിനെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കണം. ഇതിങ്ങനെ വായിച്ചു പോയിട്ട് പിന്നെ ചൂട് പോലെ കത്തുന്ന ദിവസം വരും, അപ്പോൾ ആ കാര്യങ്ങളൊക്കെയും സഹദുഷ്പ്രവർത്തിക്കാതെ തറടിയാകും. വ്യത്യാസം എന്താണെന്ന് അവിടെ പറയുക നിങ്ങൾ കാണാൻ പോവുകയാണ്. അപ്പോൾ എന്നാണ് വെളിപ്പെടാൻ പോകുന്നത്? ഈ പറയുന്ന വ്യത്യാസം കാണുന്നത് തുറന്ന് വായിച്ചാൽ മനസ്സിലാകുന്നത് ഒടുക്കത്തെ നാളിൽ അത് വെളിപ്പെടുമെന്നുള്ളതാണ്. അന്നത്തെ നടക്കുന്ന കാര്യം എന്ന് പറയുകയാണ്, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. നീതി സൂര്യൻ എന്ന് പറഞ്ഞാൽ വെള്ളസുവാസിരിക്കുന്ന നീതിമാനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് നീതി സൂര്യൻ എന്ന് പറയുന്നത്. തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോട് കൂടെ ഉദിക്കും. അപ്പോൾ ഈ ഒടുക്കത്തെ നാളിൽ നടക്കുന്ന മഹത്വസിംഹാസവും ഭാഗ്യമുള്ള ഒടുക്കത്തെ നാളിൽ നടക്കുന്ന വെള്ളസിംഹാസവും ഭാഗ്യമുള്ള ആ അന്ത്യന്യായ വിധിയിൽ ദൈവത്തിന് നിക്ഷേപമായിരിക്കുന്ന ജീവവസ്തുക്കളുള്ള എല്ലാവരെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് രോഗോപശാന്തിയോട് കൂടി ഉദിക്കും പറഞ്ഞാൽ ഒരു കൂട്ടർക്ക് അന്ന് 3 കൂട്ടരാണ് അവിടെ നിൽക്കുന്നത്. രോഗോപശാന്തിയോട് കൂടി ഉദിക്കുന്നത് ആർക്കാണ്? അത് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നിത്യജീവൻ യോഗ്യതയായിട്ടുള്ളവരെയാണ് അങ്ങനെ അവിടെ നിർത്തിയിരിക്കുന്നത്. അവർക്കാണ് രോഗോപശാന്തിയോടെ യേശു ക്രിസ്തു അവർക്ക് വെളിപ്പെടുന്നു പറഞ്ഞാൽ അവിടെ സകല ആത്മീയ രോഗങ്ങളെയും സകലത്തെയും മാറ്റി അവരെ പുതുതാക്കുവാൻ, അവരെ പുനരുത്ഥാനം ഭാവിക്കുമ്പോൾ തന്നെ അവർ ഉദിച്ചു വന്നത് നീതിസൂനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ അന്ന് ഭൂമിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന സകല മനുഷ്യരും എഴുന്നേൽക്കുമ്പോൾ മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീനെന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിൻ്റെ അകത്ത് ഈ മടങ്ങി വരേണ്ടവരെങ്ങനെയാണോ മടങ്ങി വരേണ്ടത് അവരെ ആ രൂപത്തിലാണ് വെളിയിൽ കൊണ്ടുവരുന്നത്. മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം സമുദ്രമേൽപ്പിച്ചു കൊടുക്കാനുള്ള ജീവിതം അവിടുത്തെ ആത്മാക്കളുണ്ട്. അത് ഉടൻ തന്നെ ആ ആത്മാക്കൾ എവിടെയെല്ലാം ആണോ അവിടെ ശരീരം അത് അഴിഞ്ഞു ചേർന്നിട്ടുള്ളത് അല്ലെങ്കിൽ പൊടിയായി തീർന്നിട്ടുള്ളത് അവിടേക്ക് പ്രവേശിച്ചത് നിത്യജീവൻ്റെ യോഗ്യരായി ഭൗമിക ശരീര തേജസ്സോടു കൂടി അവർ രോഗോപശാന്തിയോടുകൂടെ അവർക്ക് വേണ്ടി ഉദിച്ചിരിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ ആ സന്നിധിയിൽ അവർ നിൽക്കാൻ ഇടയാത്തീരും. എന്നാൽ മറുഭാഗത്ത് ദൈവം മറ്റ് 2 കൂട്ടരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. പാതാളത്തിലുള്ളവരും എഴുന്നേറ്റ് വരും, അതുപോലെ നരകത്തിലുള്ളവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വരും. പക്ഷെ അവർക്ക് ദൈവത്തിൻ്റെ നീതിസൂര്യനല്ല വെളിപ്പെടുന്നത്. അവർക്ക് ലഭിക്കാൻ പോകുന്നത് ശിക്ഷയാണ് ലഭിക്കുന്നത്, നിത്യ നരകവിധിയാണ് ലഭിക്കുന്നത്. അവർ തള്ളപ്പെട്ടു പോകും. ഇത് 2 സംഭവിക്കാൻ പോകുന്നത് ഒടുക്കത്തെ നാളിലാണ് എന്നാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ പശുക്കളെ കിടാക്കൾ പോലെ തുള്ളിച്ചാടും താനുണ്ട്. അപ്പോൾ ആദ്യത്തെ വേരും കൊമ്പും ശേഷിപ്പിക്കാതെ തള്ളപ്പെടുന്നത് ഈ അവർക്കുദിക്കാത്ത, അവർക്കത് പ്രകാശമായി ലഭിക്കാത്ത ക്രിസ്തുവിനെ അവർക്ക് നീതീകരണം ലഭിക്കാത്തത് കൊണ്ടാണ് അവർക്കതെന്ന് ദുർദിവസമായി മാറുന്നത്. എന്നാൽ ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നിൽക്കുകയും ചെയ്ത അല്പമെങ്കിലും മനസ്സാക്ഷിയോടെ ജീവിച്ചിട്ടുള്ള നിത്യജീവൻ്റെ പേരുള്ളവർക്കെല്ലാം യേശു ക്രിസ്തു രോഗോപശാന്തിയോടുകൂടിയാണ് അന്ന് ഈ ഒടുക്കത്തെ നാളിൽ അവർക്ക് പ്രത്യക്ഷമാകുന്നത്. ബാക്കിയുള്ളവർക്ക് കർത്താവ് യാതൊരു ദയം കാണിക്കാതെ എന്താണോ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനനുസരിച്ചുള്ള വിധി കൊടുത്തവരെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ, 4-3 ഭാഗത്ത്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിന് കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങളവരെ ചവിട്ടിക്കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു.
വെണ്ണീർ എന്നതിൻ്റെ അർത്ഥം ചാരം, ആഷ് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. വെണ്ണീർ ആകുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ അവരെ ചാരത്തെക്കുറിച്ച് അവർ വെണ്ണീറാകുന്നുണ്ട്. നിങ്ങളുടെ കാലിന് കീഴിൽ അവർ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയുമെന്ന് സൈന്യയുടെ യഹോവ ചെയ്യുന്നു. ഇവിടെ ആരാണ് ചവിട്ടിക്കളയുന്നത്? ഇവിടെ ചവിട്ടിക്കളയുന്നത് ഈ പറയുന്ന പുതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടുന്നവര് പുതുവാന ഭൂമിയിൽ അവർ ജീവനോടെ ഇരിക്കുമ്പോൾ ഈ നിത്യനരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നാനുള്ളവരെ അവരുടെ കാൽ കീഴിലായിത്തീരുകയാണ്. അപ്പോൾ ദൈവസഭ ഉൾപ്പെടെ വിശുദ്ധന്മാർ മുഴുവനും ഈ പറയുന്ന സകലത്തെ ചവിട്ടിക്കളയും. നമുക്കറിയാം, പിശാചിനെ ചവിട്ടാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും സകല ദുഷ്ടന്മാരെയും നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുമ്പോൾ അവരെല്ലാം ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങളവരെ ചവിട്ടിക്കളയുന്നത്. അപ്പോൾ സാത്താനെയും അവൻ്റെ സകല വ്യക്തികളെയും അത് നിത്യനരകാഗ്നിയിൽ വെണ്ണീർ പോലെ ആകുന്നതിനെയാണ് കാലിൻ കീഴിൽ ആകുന്നത്. സകല ശക്തികളെ കാൽ കീഴാക്കുവോളം ഭരിക്കേണ്ടതാകുന്ന പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ചയാണ്. അപ്പോൾ കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കുക എന്ന് പറഞ്ഞാൽ നിത്യനരകാഗ്നിയിലേക്ക് അഥവാ രണ്ടാമത്തെ മരണത്തിലേക്ക് തള്ളിക്കളഞ്ഞിരിക്കുന്നതിൻ്റെ അവസ്ഥയാണ് കാലിന് കീഴിൽ വെണ്ണീറായിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ദൈവവചനത്തിന് ഓരോന്നിനും വാക്കുകൾക്ക് വളരെ അർത്ഥമുണ്ട്. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് പറയുന്നത് അവരെ കാൽ കീഴാക്കുവോളൂ എന്ന് പറഞ്ഞാൽ മുഴുവൻ കാൽ കീഴാക്കുവോളൂ. അപ്പോൾ സാത്താൻ പാദപീഠമായി എന്നാണ് പാദപീഠമാകുന്നത്. വെളിപ്പാട് 12-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്റെ ശത്രുവിനെ പാദപീഠമാക്കുള്ളൂ എന്നുള്ള വചനം നിവർത്തിയിരിക്കപ്പെടുന്ന വെളിപ്പാട് 12-ാം അധ്യായത്തിലാണ്. അപ്പോൾ ആകാശത്തിൻ്റെ ശക്തിയായിരിക്കുന്ന സാത്താനെ ദൈവം പാദപീഠമാക്കുന്നത് മധ്യാകാശ പ്രത്യക്ഷതയിലാണ്. പിന്നീട് അവനെ കാൽ കീഴാക്കുന്നത് അത് 1000 ആണ്ട് വാഴ്ചയിലാണ്, അഗാധത്തിൽ അടച്ചു പൂട്ടിയിടുമ്പോഴാണ്. കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കുന്നത് ഉണ്ടാക്കാനുള്ള ദിവസത്തിലാണ്. അതിൻ്റെ അർത്ഥം നിത്യനരകാഗ്നിയെ തള്ളിക്കളഞ്ഞത്. അപ്പോൾ ഈ 3 ദിവസങ്ങളെയാണ് മലാഖയുടെ പ്രവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറയണമെന്ന് നിരപ്പിക്കുമെന്ന് പറഞ്ഞ് നിരപ്പിക്കുവാൻ വേണ്ടി മനുഷ്യനെയും തമ്മിൽ നിരപ്പിച്ച് അപ്പന്മാരുടെ മക്കളുടെ അപ്പന്മാരും നിരപ്പിക്കാൻ വേണ്ടി അത്യുന്നതിൻ്റെ പ്രവാചകൻ വന്ന യെരൂശലേമിൽ അഥവാ യഹൂദയിൽ ഇസ്രായേലിൽ തനിക്ക് ക്രിസ്തുയേശുവിനെ പിൻപറ്റുന്ന അല്ലെങ്കിൽ അവന് മുന്നോടിയായിട്ട് വന്നൊരു ശുശ്രൂഷ ചെയ്യുമെന്നാണ് പഴയ നിയമം പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിരപ്പിൻ്റെ ശുശ്രൂഷ യേശു ക്രിസ്തു ചെയ്തു. ആ ശുശ്രൂഷയാണ് അംബാസഡേഴ്സായിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ മലാഖയുടെ പ്രവചനത്തിൽ പറഞ്ഞു നിർത്തിയത് അത് മനുഷ്യനും തമ്മിലുള്ള ന്യായപ്രമാണം പറഞ്ഞാൽ മനുഷ്യനും തമ്മിലുള്ള നിരപ്പായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ മനുഷ്യനും തമ്മിലുള്ള നിരപ്പല്ല, അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി കുഞ്ഞാടിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ മനുഷ്യനെ അടുപ്പിക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് നിരപ്പിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ പുതിയ നിയമത്തിൻ്റെ നിരപ്പിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാം അംബാസഡേഴ്സായിട്ട് അഥവാ ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സ് ആകുന്നെന്നും നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ നിരപ്പിൻ്റെ ശുശ്രൂഷയാണെന്നും അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് 2 കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കങ്ങനെ നിരപ്പിൻ്റെ ശുശ്രൂഷ നമ്മളും ദൈവത്തോട് മനുഷ്യൻ നിരന്നുകൊള്ളുവീൻ എന്നുള്ള സന്ദേശമാണ് പുതിയ നിയമത്തിൽ മാനസാന്തരത്തോടെ ബന്ധത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ. അത് ദൈവം നമ്മളെ അംബാസഡേഴ്സായിട്ട് വെച്ചിരിക്കുന്നു, നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ അതാകുന്നു എന്നാണ് നമുക്കിവിടെ ഇത് വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ അത് പഴയ നിയമത്തിലുണ്ടായിരുന്ന ശുശ്രൂഷയല്ല, പുത്രൻ മുഖാന്തരമുള്ള പ്രവൃത്തി മുഖാന്തരമായിട്ട് മനുഷ്യവംശത്തെ താണുപോയ മനുഷ്യവംശത്തെ ദൈവത്തോട് നിരപ്പിച്ചു. ആ ശുശ്രൂഷയാണ് ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്
എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 Corinthians 5 അധ്യായം അതിൻ്റെ 20 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെ പാവമറിയാത്തവരെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പോൾ നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നതെന്ന് ഇതിൻ്റെ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 5 അധ്യായം മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. 17 മുതൽ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. എന്നാൽ പഴയ നിയമത്തിൻ്റെ യാഗങ്ങൾ കൊണ്ട്, പഴയ നിയമ പ്രവാചകന്മാരെ കൊണ്ടൊന്നും ഈ പഴയതിനെ പുതുതാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പഴയ നിയമം എന്ന് പറഞ്ഞാൽ പുതുതാക്കാൻ കഴിയത്തില്ലാത്തായിരുന്നു. പുതിയ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതിനെ മാറ്റി പുതുതാക്കി തീർക്കാൻ കഴിയും. എക്സ്ചേഞ്ച് ചെയ്യും. നമുക്കറിയാം, പഴയത് കൊണ്ടുവന്ന് പുതിയ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാൽ ഇവിടുത്തെ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നത്, നിന്റെ പാപം നിറഞ്ഞ ജീവിതത്തെ എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ അതിനെ മാറ്റി പുതുതാക്കി തരാം, പുതിയ സൃഷ്ടിയാക്കി മാറ്റാം. അതിനെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മുടെ പഴയ പാത്രം കൊടുത്തിട്ട് പുതിയ പാത്രം വാങ്ങിക്കാൻ എളുപ്പമാണ്. പഴയ വസ്ത്രം കൊടുത്ത് പുതിയ വസ്ത്രം വാങ്ങിക്കാം. പഴയ ഫ്രിഡ്ജ് കൊടുത്ത് പഴയത് വാങ്ങിക്കാം. അല്ല, പഴയത് കൊടുത്ത് പുതിയത് വാങ്ങിക്കാം. എന്നാൽ അത് എക്സ്ചേഞ്ചിങ് ആണെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തെ, അവൻ്റെ ഹൃദയത്തെ, അവൻ്റെ ജീവിതത്തെ മാറ്റി പുതുതാക്കിയെടുക്കാൻ മറ്റാർക്കും കഴിയത്തില്ല. അത് ക്രിസ്തു യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെ നിരപ്പിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു വന്നത്. അതിനൊക്കെയും ദൈവം തന്നെ കാരണബോധൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. മലാഖിയുടെ പുസ്തകം പഴയ നിയമം എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്, അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. പറഞ്ഞാൽ ഈ പ്രവാചകൻ വരുന്നതിന് മുമ്പായിട്ട് പ്രമാണമെല്ലാം തെറ്റി അപ്പനും മക്കളും തമ്മിൽ ബഹുമാനമോ അല്ലെങ്കിൽ അതിനുള്ള നിരപ്പൊന്നും ഇല്ലാതെ തകടം പറഞ്ഞൊരു കുടുംബ പരിസ്ഥിതിയുള്ള ബന്ധത്തിൽ പോകുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന, പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ മുഖാന്തരമായിട്ട് അവിടെ മനുഷ്യർ തമ്മിൽ വീട്ടിൽ ഒരു നിരപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തു. എന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങി നിന്ന് നിരപ്പ് നമുക്കറിയാമല്ലോ, സമാധാനമില്ലാത്ത അവസ്ഥയാണ് നിരപ്പെന്ന് പറയുന്നത്. വീട്ടിൽ സമാധാനമില്ലായിരുന്നു. എന്നാൽ ഈ മാനസാന്തരത്തിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവർക്കെല്ലാം മനസ്സിലായി, ഞാൻ വീട്ടിൽ ചെയ്യേണ്ട പോലെ അല്ല, മക്കളോട് ചെയ്യുന്നത് ശരിയല്ലല്ലോ, മക്കൾക്ക് മനസ്സിലായി അപ്പനോട് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ ഭാര്യയ്ക്ക് മനസ്സിലായി, ഭർത്താവിനോട് ചെയ്യുന്നത് ശരിയല്ല, ഭർത്താവിന് മനസ്സിലായി. അപ്പം അങ്ങനെ ഒരു നിരപ്പ് കർത്താവിൻ്റെ ഒന്നാമത്തെ വരനുള്ള ബന്ധത്തിൽ അതിന് മുമ്പായി ശുശ്രൂഷാരക്കുന്നതിന് മുമ്പായി യോഹന്നാൻ ചെയ്തതെന്നാണ്. എന്നാൽ ക്രിസ്തു മുഖാന്തരമായി നമ്മെ തന്നോ പിതാവാം ദൈവത്തോട് നിരപ്പിച്ചു. ആ നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിരപ്പിൻ്റെ ശുശ്രൂഷക്കാരാണ്. നിരപ്പാക്കാൻ വേണ്ടി പോകരുത്, തകർത്ത് തരിപ്പണമാക്കാൻ പോകേണ്ടവരല്ല ശുശ്രൂഷന്മാർ. സുവിശേഷന്മാർ ഒരിക്കലും ഇല്ലാതാക്കി പ്രശ്നങ്ങളെ വല്ലാതാക്കി കളയുന്നതായിട്ടല്ല സുവിശേഷം തന്നിരിക്കുന്നത്. അത് നിരപ്പിക്കുന്നതാണ്. അത് ദൈവത്തോട് മനുഷ്യനെ അടുപ്പിക്കുന്നതാണ്, നിരപ്പിക്കുന്നതാണ്. അത് നിരപ്പിക്കുന്നതിനർത്ഥം അതിനെ അകന്നു പോയതിനെ അടുപ്പിച്ചുകൊണ്ടിരുന്നതിനെയാണ് നിരപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു അതുകൊണ്ടാണ് ഈ ശിഷ്യന്മാരുമായിട്ട് സമഭൂമിയിൽ നിന്ന് തോളോട് തോൾ നിന്നു എന്നാണ് പറയുന്നത്. യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരുമായിട്ട് സമഭൂമിയിൽ നിന്നു. അതുവരെ ഉന്നതനായിരിക്കുന്ന ദൈവം താഴ്ഭൂമിയിലേക്ക് വന്ന സമഭൂമിയിൽ നിന്നുകൊണ്ട് ആ ശിഷ്യന്മാരോട് തോളോട് തോൾ നിന്നപ്പോൾ നിരപ്പിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. അത് മുഖാന്തരമായിട്ടാണ്, അവൻ്റെ രക്തമുഖാന്തരമായിട്ടുള്ള നിരപ്പിൻ്റെ ശുശ്രൂഷ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ കുടുംബങ്ങൾ തമ്മിൽ, ബന്ധങ്ങൾ തമ്മിൽ, മനുഷ്യർ തമ്മിലുള്ള നിരപ്പാണ് അത് സാധ്യമായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു മുഖാന്തരമായിട്ട് സ്വർഗീയ കുടുംബത്തിൽ നിന്ന് അകന്നുപോയ എന്നെയും നിങ്ങളെയും സ്വർഗീയ പിതാവിനോട് അടുപ്പിച്ച ദൈവസ്നേഹത്തിന് രാത്രിയിൽ സ്തോത്രം നമ്മളെ നിരപ്പിച്ചു. ആ നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നാം എവിടെ ചെന്നാലും സമാധാനത്തിന് ശുശ്രൂഷയായിരിക്കണം ചെയ്യേണ്ടതെന്നും ഇത്തണ്ടത്തിൽ ഓർപ്പിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി
ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. നമ്മുടെ അപേക്ഷയും സുവിശേഷീകരണവും പ്രൊക്ലമേഷൻ ഓഫ് ഗോസ്പൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാനുള്ള സ്നേഹ സന്ദേശം കൈമാറുക എന്നുള്ളതാണ്. ഈ 3 ദിവസങ്ങളെക്കുറിച്ച് മനസ്സിലായല്ലോ. ഇതേക്കുറിച്ച് കൂടുതൽ വിവരിച്ചു പോയാൽ നമ്മുടെ ക്ലാസ് ചിലപ്പം 100 ക്ലാസ്സിന് വരെ 200 ക്ലാസ്സായി തീരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിലേക്ക് കൂടുതലായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ 3 ദിവസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നെങ്കിൽ അതിനെ പറഞ്ഞിരിക്കുന്നത് ഈ ദിവസം കൊണ്ട് തീർന്ന് പോകുകയല്ല, നിരപ്പിക്കേണ്ടവൻ വന്നു നിരപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കുവാനുള്ള ഒരു പുതിയ ദിവസമുണ്ട്. മണ്ണിൽ നിന്ന് ജനിക്കപ്പെട്ട സകല മനുഷ്യനെയും ദൈവമായ കർത്താവ് രക്ഷിക്കാൻ വേണ്ടി മാർഗം ഒരുക്കി. നമുക്കറിയാം, വാമൊഴിയായും വരമൊഴിയായും അവസാനം അവൻ തന്നെ വചനം ജഡമായി തന്നെ വന്ന് കൃപായുഗത്തിലൂടെയും സഹസ്രാബ്ദ കാലത്തിലൂടെയും ഒക്കെ സംസാരിച്ച് ദൈവം ഒരു കൂട്ടം ആൾക്കാരെ വേർതിരിച്ചെടുക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ അന്ന് ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാൽ കീഴിൽ വെണ്ണീരായിരിക്കൊണ്ട് നിങ്ങളവരെ ചവിട്ടിക്കളെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവർ എന്നേക്കുമായി നിത്യനരകാഗ്നിയിൽ അകപ്പെട്ടു പോയി എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇത് 3 ദിവസത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഉണ്ടാക്കാനുള്ള ദിവസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലായി. ഈ വെണ്ണീറായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ചാരമാകുക, അല്ലെങ്കിൽ ഒന്നുമില്ലാതായി തീരുക എന്നുള്ളതാണ്, ശൂന്യമായി തീരുക എന്നതിൻ്റെ അർത്ഥം. നമുക്ക് അതിനെയും അർത്ഥ രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം ദൈവത്തോട് സംസാരിക്കുന്ന രീതി കാണുമ്പോൾ, അബ്രഹാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവൻ ആ ഒരു രീതിയിലാണ് ഒന്നുമില്ലാത്തവനെ പോലെ, പൊടിയും വെണ്ണീറുമായിരിക്കുന്നവനെ പോലെയാണ് സംസാരിച്ചത്. അല്ലാതെ അഹങ്കാരത്തോടൊന്ന് തർക്കിക്കുകയല്ല ചെയ്തത്. അവൻ ദൈവത്തോട് സംസാരിക്കുമ്പോൾ പറയുന്നത് അതിൻ്റെ 18-ാം അധ്യായം, ഉൽപ്പത്തി 18-ാം അധ്യായം 27-ാം വാക്യം, പൊടിയും വെണ്ണീറുമായി ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. എങ്ങനെയാ പറഞ്ഞത്? പൊടിയും വെണ്ണീറും. ഇവിടെ നരകാഗ്നി പോയെന്നതിൻ്റെ അർത്ഥമല്ല. അവൻ പറഞ്ഞത്, ഞാൻ പൊടി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്. അവസാനമായി എൻ്റെ അവസാനത്തെ നോക്കി കഴിഞ്ഞാൽ വെണ്ണീറായി തീരാനുള്ളതാണ്, ചാരമായി തീരാനുള്ളതാണ്. ഒന്നും പ്രയോജനമില്ലാതെ നിത്യനരകാഗ്നിയിൽ പോകേണ്ടവനാണ്. പക്ഷേ അവൻ പറയാൻ, എനിക്ക് അത്രേ വിലയുള്ളൂ ദൈവമേ. ഇന്ന് രാത്രി നമുക്കും പറയാം, നമ്മളും ഇത്രയേ ഉള്ളൂ കേട്ടോ, പൊടിയും വെണ്ണീറുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മെ പൊടിയായിരിക്കുന്ന നമ്മെ സൂര്യ തേജസ്സിൻ്റെ മക്കളാക്കി തീർക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു അബ്രഹാമിൻ്റെ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അവൻ ദൈവസന്നിധിയിൽ സമ്മതിക്കുന്നത്, ഞാൻ വെറും പൊടിയാണ്, വെണ്ണീറാണ്. അവൻ വിശ്വാസിയുടെ പിതാവായി തീർന്നത് അതുകൊണ്ടാണ് അവനോട് അവൻ്റെ പരീക്ഷയോടുള്ള ബന്ധത്തിൽ വരുമ്പോഴും ഇവൻ ഇത് അറിയാമായിരുന്നു, ഞാൻ പൊടിയാകുന്ന മനുഷ്യനാ. ദൈവത്തിന്ന് ഞാൻ അകന്നു പോയി കഴിഞ്ഞാൽ, ദൈവത്തിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ, ദൈവം പറയുന്ന അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ വെണ്ണീറായിത്തീരും. അതുകൊണ്ട് അവൻ ആ ഒരു കാഴ്ചപ്പാടിലാണ് ദൈവമായിട്ട് അടുത്ത് നിന്നിരുന്നത്. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കും ഈ ഒരു മനോഭാവം നമ്മൾ ഉണ്ടായിരിക്കണം. ഞാനെന്തോ ആനയാണെന്നോ കുതിരയാണെന്നോ ഞാൻ വലിയ സംഭവമാണെന്നോ ഒന്നും ആരും ധരിച്ചു വെക്കണ്ട. അബ്രഹാം പറയുക, ഞാൻ പൊടിയും വെണ്ണീറുമാ. ദൈവമേ, നീ കടാക്ഷിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യമാ, ചാരമായി തീരാനുള്ളതേ ഉള്ളൂ. ചാരമാ. മനുഷ്യനാകുന്ന പൊടി കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ ചാരമായി നിത്യനരകാഗ്നിയിലേക്ക് പോകുമെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. പക്ഷെ എന്നാൽ അവനെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് കൊണ്ടാണ് അവൻ സന്തോഷിച്ചത്, ദൈവത്തിൽ ആ ദിവസത്തേക്ക് സന്തോഷിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഞാനും നിങ്ങളും പൊടിയാണ്. മനുഷ്യനെ പൊടി കൊണ്ട് സൃഷ്ടിച്ചു. എവിടെയാ ചെന്ന് ചേരുന്നത്? വെണ്ണീറായി തീരും. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചത് പൊടി കൊണ്ട് ദൈവം 6-ാം ദിവസം സൃഷ്ടിച്ചു. ഒടുക്കത്തെ നാളിൽ, അതുപോലെ തന്നെ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലും ഒടുക്കത്തെ നാളിൽ നടക്കുന്ന അന്ത്യന്യായവിധിയിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവൻ, അവരെല്ലാം വെണ്ണീറായി തീരും, ചാരമായി തീരും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയ്യോബ് ദൈവത്തോട് സംസാരിച്ചിരുന്നു. ഇയ്യോബ് ആദ്യം സംസാരിക്കുമ്പോൾ താൻ നീതിമാനാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു ഇതോടുകൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ
ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇയ്യോബിന് മനസ്സിലായി, അബ്രഹാം പറഞ്ഞ പോലെ തന്നെ അവനും കാര്യം മനസ്സിലായി, ദൈവത്തോട് സംസാരിപ്പാൻ യോഗ്യതയൊന്നും എനിക്കില്ല, ഞാനിങ്ങനെ സംസാരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് അനുദപിക്കുന്ന ഒരു ഇയ്യോബിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ ഇയ്യോബ് അനുദപിച്ചത് കൊണ്ടാണ് ദൈവം പറഞ്ഞവൻ നീതിമാൻ, ഇവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞത്. അതുവരെയും സംസാരിച്ചു. പക്ഷേ അബ്രഹാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ പൊടിയും വെണ്ണീറുമാണെന്ന് പറഞ്ഞു. നമ്മുടെ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലൊക്കെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു മനോഭാവത്തോടെ വേണം പ്രാർത്ഥിക്കുവാനായിട്ട്. അല്ലാതെ ഞാൻ നീതിമാനാണ്, ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം കേൾക്കണം, എനിക്കെന്താണ് ഒരു കുറവ്, ഞാൻ ദൈവത്തിനെ വിളിക്കേട്ട് ഇറങ്ങിയതല്ലേ, ഞാൻ അത് ചെയ്തിട്ടില്ലേ, ഇത് ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നെല്ലാം ചെയ്യണമെന്നുള്ള രീതിയിലല്ല. എന്നാൽ നമുക്ക് മക്കളാണ്, ചോദിക്കാൻ അവകാശം അധികാരമുണ്ട്. പക്ഷേ പൊടി കൊണ്ടുള്ള മനുഷ്യനായതുകൊണ്ട് വെണ്ണീറാണെന്ന് ഉള്ള ചിന്ത കൂടി ഉണ്ടാകണം. ദൈവസന്നിധി ദൈവത്തോട് സംസാരിക്കുമ്പോൾ ആർഗ്യൂ ചെയ്യാൻ പാടില്ല, ദൈവത്തോട് തർക്കിക്കാൻ പാടില്ല, തർക്കം പാടില്ല. ദൈവം ആരാണെന്നുള്ള കാഴ്ചപ്പാട് പൊടിയാകുന്ന മനുഷ്യണ്ടായിരിക്കണം. ഞാനത് അങ്ങോട്ട് വായിക്കാം. അബ്രഹാമിൻ്റെ അത് അറിയാമായിരുന്നു. അതുകൊണ്ട് പറഞ്ഞ പൊടിയും വെണ്ണീറുമാ ഞാൻ അങ്ങയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇത് പ്രാർത്ഥനയല്ല. ഇവിടെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ വലിയൊരാൾക്കാർ യേസല്ല നോ എന്ന് പറഞ്ഞാൽ തീർന്നു, അങ്ങനെയല്ലേ? പിന്നെ അവിടെ നിന്ന് സംസാരിക്കും, രാജാവ് സംസാരിക്കുക, നിനക്ക് വിധി എന്നാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തീർന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയുള്ളൂ. പിന്നെ കോടതി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കൈയും കാലും ഇട്ടടിച്ച് കാര്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ ശബ്ദം അതാ. അപ്പം അത് അബ്രഹാമിനറിയാം. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അതിൻ്റെ അൾട്ടിമേറ്റാണ്, അതിൻ്റെ അവസാനമാണ്. എന്നാൽ ഇടിവ് നിൽക്കുന്ന ഈ അബ്രഹാം പറയുക, ഇപ്പോൾ ഞാൻ പൊടിയാണ്, വെണ്ണീറാണ്, എങ്കിലും എനിക്ക് ഇടിവിൽ നിന്നേ മതിയാകുള്ളൂ എന്ന രീതിയിലാണ് സംസാരിച്ചത്. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം പറയുമ്പോൾ, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. 42-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. യോബിന് വരുത്തിയ വലിയ മാറ്റത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവന് അനുതാപം വന്നതിന് ശേഷമാണ് ദൈവനെ അനുഗ്രഹിച്ചത്. കഷ്ടതയൊക്കെ വരും, ശരിയാണ്, കഷ്ടതയൊക്കെ പിടിച്ചു നിർത്തി രക്ഷപ്പെട്ട് വന്നു, വെളിയിൽ വന്നു. പക്ഷെ ദൈവത്തോട് ദൈവം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഞാൻ ഒന്നുമല്ല. യോബ് അതുപോലെ സ്വയമായിട്ട് നീതിമാനാണ്, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് രാത്രിയിൽ ഈ വചന പഠനം വരുമ്പോൾ എനിക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് വെണ്ണീറാണ്, ചാരമെന്ന് പറഞ്ഞ് പോയാൽ മതി. പക്ഷേ നമ്മൾ മനുഷ്യരാണ്, പൊടിയാണ്, അഹങ്കരിക്കുവാൻ ഒന്നുമില്ല, ദൈവത്തോട് ആർഗ്യൂ ചെയ്യുവാൻ ഒന്നുമില്ല. ദൈവം സാക്ഷാൽ സർവശക്തനാണ്. അവൻ പറഞ്ഞാൽ ഊവെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, അതിനപ്പുറമൊന്നുമില്ല. നമുക്ക് യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാം. യോബ് അവസാനം പറയുക, അയ്യോ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു, ഞാൻ അങ്ങനെ സംസാരിച്ചു പോയല്ലോ. പൊടിയിലും ചാരത്തിലും പറഞ്ഞൊരർത്ഥം ഞാനും പൊടിയാണ്, ചാരമായി തീരേണ്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുദപിക്കുകയാണ്. അപ്പോൾ അനുദപിച്ചത് കൊണ്ടാണ് ദൈവം അവനെ അനുഗ്രഹിച്ചത്. പക്ഷേ സന്ദേശം ഈ ഒരു പ്രശ്നം നമ്മൾ ഒരുപാട് പ്രാവശ്യം വായിച്ച് കേട്ടുമ്പോൾ പ്രസംഗം കേട്ടുള്ളതായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ അബ്രഹാമിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ, പൊടിയും വെണ്ണീറുമായ അബ്രഹാമിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അവനെ വെണ്ണീറായ ദൈവം മാറ്റിയില്ല. അവനാ മനോഭാവം ഉണ്ടായിരുന്നു, ദൈവമേ ഞാൻ പാപം ചെയ്ത ആളിൽ നിന്ന് അകന്നു പോയാൽ, എൻ്റെ നീതി ആയിരിക്കും ദൈവം നിന്നെ അകന്നു പോയാൽ, ഞാൻ ചോദിക്കുമ്പോൾ നിനക്ക് എന്നോട് വെറുപ്പ് തോന്നി, നീ എന്നെ വെറുത്ത് കളഞ്ഞാൽ ഞാൻ വെണ്ണീറായി തീരുമെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. ഇതിനകത്ത് സന്ദേശം മനസ്സിലായോ? അവൻ പറഞ്ഞു, ഞാൻ പൊടിയാണ്, ഞാൻ അങ്ങയോട് സംസാരിച്ചിട്ട് നിനക്ക് ഇഷ്ടമല്ലാതെ വന്ന് എന്നെ തള്ളിക്കളഞ്ഞാൽ ഞാൻ വെണ്ണീറായി പോകും. അതുകൊണ്ട് എനിക്കറിയാം, പൊടിയാകുന്ന ഞാൻ വെണ്ണീറായി പോകേണ്ടവനാ. എന്നാൽ നീ എൻ്റെ അടുക്കലുള്ളതുകൊണ്ട്, നീ എനിക്ക് ഇടനിൽക്കുന്നത് കൊണ്ട് എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമെന്ന് അവൻ അറിയാവുന്നതുപോലെ ഇന്ന് രാത്രിയിലും ഈ സന്ദേശം കേൾക്കുമ്പോൾ പൊടിയും
വെണ്ണീറുമാകാനുള്ളവരാ മനുഷ്യൻ മുഴുവനും. ഇത്രയേ ഉള്ളൂ. എന്തെല്ലാം സമ്പാദിച്ചു വെച്ചാലും ഇതെല്ലാം അവസാനം ചാരമായി തീരും. ഇന്ന് കാണുന്ന മുഴുവൻ ആകാശം ഭൂമി കത്തിയഴിയപ്പെടും. എല്ലാം തീരും. ഇവിടെ സിംഹാസനം ഇടാൻ വേണ്ടി, വാഴാൻ വേണ്ടി, കൈയടക്കാൻ വേണ്ടി നിന്ന മനുഷ്യൻ സമൂഹം, പൈശാചിക എല്ലാം ഒരു ദിവസം അഗ്നിത്തിക്കകത്ത് ശൂന്യമാക്കപ്പെട്ടവരായി, ഒന്നുമില്ലാത്തവരായി, വെറും ചാരത്തെ പോലെയായിത്തീരും. ഒരു പിടി ചാരമായി തീരുന്നത് പോലെ നിത്യനരകാഗ്നി, നിത്യദണ്ഡനം അനുഭവിക്കുന്നത് ഇവരുടെ ശരീരം പൊടിയായി തീർന്നല്ല എൻ്റെ അർത്ഥം. ഇവരൊന്നുമില്ലാതായി തീർന്നു. പൊടിയായ മനുഷ്യൻ ചാരമായി തീർന്ന്, അതുപോലെ വലിയ ശക്തി ഉണ്ടായിരുന്ന നവരക്തങ്ങൾ കൊണ്ടൊക്കെ സൃഷ്ടിക്കപ്പെട്ട ഈ പറയുന്ന സാത്താനും എല്ലാം അവസാനം ശൂന്യതയായിത്തീരും, പൊടിയായിത്തീരും. അതുകൊണ്ട് നാം അങ്ങനെ തീരാനുള്ളവരല്ല. നാം പൊടിയായിരിക്കുന്ന നമ്മെ തേജസ്സിന്റെ പാത്രങ്ങളാക്കി, തേജസ്സിന്റെ മക്കളാക്കി തീർക്കാൻ വേണ്ടിയാ നമ്മുടെ കർത്താവ് തേജസ് ഒഴിഞ്ഞു വെച്ച് ഭൂമിയിലേക്ക് വന്നത്. മൺപൊടിയായിരിക്കുന്ന നമ്മുടെ മേൽ തേജസ്സിന്റെ ശക്തിയെ ദൈവം പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് രാത്രി സന്തോഷത്തോടെ പറയണം, പൊടിയും വെണ്ണീറുമായിരുന്ന എന്നെ ദൈവമേ അങ്ങയുടെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി കരുണാപാത്രങ്ങളാക്കി മാറ്റി എന്നിൽ പകർന്നിരിക്കുന്ന ദൈവകൃപയുടെ തേജസ്സിന്റെ ആ കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പക്ഷേ മറുഭാഗത്ത് എപ്പോഴും താഴ്മയുള്ളവരായിരിക്കണം. എപ്പോഴും പറയണം, ഞാൻ പൊടിയും വെണ്ണീറുമാണ് ദൈവമേ. എന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പദവി നാം വെണ്ണീറായി തീരാനുള്ളവരല്ല. അബ്രഹാമിന് ആ നിലവാരത്തിൽ അവൻ ആ ദൈവത്തോട് ഇടപെട്ടതുകൊണ്ട് അവൻ വെണ്ണീറായി പോയില്ല. എന്നാൽ അലങ്കരിച്ചു പോയവർ ദൈവത്തിന്റെ സുവിശേഷത്തെ, ദൈവത്തിന്റെ കൽപ്പനകളെ, ദൈവത്തിന്റെ അള്ളപ്പാടുകളെ അനുസരിക്കാതെ ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇനി ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, നീ എന്തെല്ലാം ആർഗ്യു ചെയ്തു പോയാലും ഒരു ദിവസം നീ വെണ്ണീറായി തീരും. അതുകൊണ്ട് വെണ്ണീറാകാനല്ല ദൈവം മനുഷ്യജാതിയെ സൃഷ്ടിച്ചിരിക്കുന്ന, പൊടി കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യ ദൈവം കണ്ടിരിക്കുന്നത് ദൈവത്തോടുകൂടെ നിത്യമായി വസിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. അവനോടുകൂടെ വാഴുവാൻ വേണ്ടിയ പുതുവാന ഭൂമിയിൽ. അതുപോലെ നാം കർത്താവിനോടുകൂടെ ഉള്ള എവിടെയൊക്കെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് തുടർന്ന് വേദപുസ്തകം രേഖപ്പെടുത്തപ്പോൾ ഇവര് വെണ്ണീറായി തീർന്നു. അതോടുകൂടി അവന്റെ കാര്യങ്ങളെല്ലാം തീരും. പക്ഷെ ദൈവത്തോട് ചേർന്ന് നിരപ്പ് പ്രാപിച്ചവർക്ക് ആ പൊടിയിൽ നിന്ന് സ്വർഗീയ തേജസ്സുകളും ഭൗമ തേജസ്സും പ്രാപിച്ച് വലിയ അനുഗ്രഹത്തിലേക്ക് മാറ്റപ്പെടുന്നതിനെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ അവസാനമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ഭാഗം മനസ്സിലായാലും വെണ്ണീറായിരിക്കുമെന്ന് പറയുമ്പോൾ നമ്മളും അതിൽ നിന്ന് വ്യത്യസ്തത. ഇത് പഠിച്ചു പോകുമ്പോൾ എല്ലാം വളരെ കേട്ടിരിക്കാനൊക്കെ ഭയങ്കര സന്തോഷം, അല്ലെങ്കിൽ ഈസിയാ, ഇത് അവർക്കെല്ലാം സംഭവിക്കുന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഏതെങ്കിലും വിധത്തിലുള്ള നിഗള മനോഭാവം വന്നു കഴിഞ്ഞാൽ, പിശാചിനെയും അവന്റെ ആ സ്വഭാവം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളുക, വെണ്ണീറായി പോകാനുള്ളൊരു ആരംഭമായി ഇടുന്നെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ അഭിമാനികളാണ്, ക്രിസ്തുയേശുവിൽ അഭിമാനമുള്ളവരാ. പക്ഷെ നമ്മൾ അഹങ്കാരികളല്ല. മനസ്സിലായോ? പിടികിട്ടിയോ? മനസ്സിലായില്ല? പറയാം. നമുക്ക് അഭിമാനമുണ്ട് കർത്താവിൽ. നമുക്ക് അഭിമാനമുണ്ട്, നമുക്കതിൻ്റെ അകത്ത് പ്രത്യാശയുണ്ട്, അഭിമാനമുണ്ട്. ദൈവം നമ്മളെ വിടുവിച്ചു, മറ്റുള്ള നമ്മളെ വിടുവിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമ്മൾ അഭിമാനിക്കും. പക്ഷേ നമ്മൾ അതില്ലാത്തവരെ കണ്ട് അഹങ്കരിക്കരുത്. അവരും പൊടിയാ. വെണ്ണീറായി തീരാനുള്ള അവനെ നമ്മൾ കാണുമ്പോൾ അവനോട് കരുണ കാണിക്കണം, പ്രാർത്ഥിക്കണം. ദൈവമേ, എന്നെ പൊടിയും വെണ്ണീറുമായിരുന്നു എന്നെ നീ വിടുവിച്ചല്ലോ, എന്നെ അഭിമാനമാക്കി മാറ്റിയല്ലോ. അതുകൊണ്ട് അവനോടും കരുണ തോന്നണമേ എന്നുള്ളൊരു മനോഭാവം വേണം. അല്ലാതെ അഹങ്കരിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ പൊടിയും വെണ്ണീറുമാണെന്ന് നാം എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിൽ നിന്നകന്നു പോകാതെ. പൊടിയും വെണ്ണീറുമാണെന്ന് അബ്രഹാം പറഞ്ഞു. പക്ഷെ അവൻ പൊടിയായ അബ്രഹാമിനെ ദൈവം വിശ്വാസ പിതാവാക്കി ഏറ്റവും പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാരിൽ അവനെ ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. യോബ് അവസാനം മനസ്സിലായി, അവനെ തന്നെ വെറുത്തു. ആദ്യം അവനെ തന്നെ ഒന്ന് നീതീകരിക്കാൻ വേണ്ടി ശ്രമിച്ച് അവസാനം മനസ്സിലാക്കി ഒന്നുമില്ല, അവൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു പറഞ്ഞു. പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്ന അർത്ഥം അവൻ പറഞ്ഞു, മനസ്സിലായി, ഞാനും പൊടിയാണ്,
വെണ്ണീറാകാനുള്ളതാണ്. ഇന്ന് രാത്രി സന്ദേശം മനസ്സിലായോ? ഈ സന്ദേശം മലാഖയുടെ പ്രവൃത്തി എഴുതി മനസ്സിലായോ? അപ്പോൾ പൊടി കൊണ്ട് മനുഷ്യനെ ശിക്ഷിച്ചിട്ട് മലാഖയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ ദൈവത്തിൻ്റെ കാൽ കീഴിൽ, അഥവാ നിങ്ങളുടെ കാൽ കീഴിൽ വെണ്ണീറായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെണ്ണീറായിരിക്കും. പുനരുത്ഥാനത്തിന് ശരീരമൊക്കെ കിട്ടും, പക്ഷേ വെണ്ണീറിന് തുല്യമായി ശൂന്യതയെ ഒന്നുമില്ലാത്തവരായി നിത്യനരകാഗ്നിയിലേക്ക് പോകും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുയുടെ സകല ബലത്തെ ചവിട്ടുവാനുള്ള അധികാരമാണ് ഇരിക്കുന്നത്. അധികാരം എവിടെയൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുള്ള കണ്ടല്ലോ. അവസാനമായി ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ എല്ലാറ്റിനെയും ചവിട്ടിക്കളഞ്ഞ് നിത്യനരകാഗ്നിയിൽ അവർ വെണ്ണീറായി ഇരിക്കുന്നു എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ, ഈ പാമ്പുകൾ എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ പൈശാചിക ത്രിമൂർത്തികളുള്ള ബന്ധത്തിൽ നമുക്കതിനെ പാമ്പുകൾ എന്നുള്ള വിഷയത്തിൽ സർപ്പസന്തതികളെ എന്ന് വിളിച്ചപ്പോൾ പിശാചും അവൻ്റെ സന്തതികളുമായിട്ടുള്ളതാണ്. പൈശാചിക ത്രിമൂർത്തികളും ദുഷ്ടമനുഷ്യരും. കർത്താവ് ഭൂമി വന്നപ്പോൾ പറഞ്ഞ സർപ്പസന്തതികളെ എന്ന് വിളിച്ചു. പറഞ്ഞാൽ പിശാചിൻ്റെ മക്കളെ എന്നാണ് വിളിച്ചത്, സാത്താൻ്റെ മക്കളെ എന്നാണ് വിളിച്ചത്, വഞ്ചനയുടെ മക്കളെ എന്നാണ് വിളിച്ചത്, വഞ്ചിക്കപ്പെട്ടവരെ എന്നാണ് വിളിച്ചത്. അപ്പം അതാണ് പാമ്പുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. പാമ്പുകളെ പറയുമ്പോൾ പൈശാചിക ത്രിമൂർത്തികളെ, ദുഷ്ടന്മാരെ ചവിട്ടിക്കളയും. തേളുകൾ എന്നതിനെക്കുറിച്ച് എന്താണെന്നുള്ളതിൻ്റെ വ്യാഖ്യാന അർത്ഥം ഇതുവരെയും നമുക്ക് ശരിയായ രീതിയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും പാമ്പുകളെയും തേളുകൾ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്താണ് തേളുകൾ എന്നുള്ളതിനെക്കുറിച്ച് വാസ്തവത്തിലൊരു ശരിയായിട്ടുള്ള കാഴ്ചപ്പാട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാൽ അത് സംബന്ധമായിട്ടുള്ള ഒരു പഠനത്തിൽ നിന്ന് ഇന്ന് ദൈവാത്മാവ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്താണ് തേളുകൾ എന്ന് ചിന്തിച്ചപ്പോൾ അത് 2 കൊരിന്ത്യർക്ക് എഴുതിയ 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് തേളുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ദുഷ്ടദൂതന്മാരെയാണ്. കാരണം ഈ പാമ്പുകളെയും തേളുകളെയും ശത്രുസ്ഥലത്തെ ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരം നൽകുമെന്ന് പറയുമ്പോൾ പിശാചിനെയും അതുപോലെ സകലത്തെയും ചവിട്ടാനുള്ള അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തേളുകൾ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ ഇങ്ങനെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ഞാനത് ഇങ്ങനെയാണ് കൃത്യമായ വ്യാഖ്യാനം എന്ന് പറയത്തില്ല. ഇനി മറ്റെന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ അതെടുക്കുക. പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാമ്പുകൾ, തേളുകൾ, ശത്രുസകലം എന്ന് വിചാരിച്ചപ്പോൾ ആരൊക്കെയാണ് വെണ്ണീറായി കാൽ കീഴാകുന്നതെന്ന് ചിന്തിച്ചുള്ള ബന്ധത്തിലാണ് ഇങ്ങനെയൊരു ഇൻ്റർപ്രിട്ടേഷൻ വ്യാഖ്യാനം നൽകുന്നത്. അത് 100% ശരിയാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഒരു വ്യാഖ്യാനാർത്ഥത്തിൽ അത് ശരിയാണ് എന്നുള്ളൊരു മനോബോധം എനിക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. അത് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ 7-ാം വാക്യത്തിൽ വെളിപ്പാടുകൂടെ ആധിക്യത്താൽ ഞാൻ അതിയായി നെകളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നെകളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. ഈ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തേളുകൾ എന്ന് പറയുന്നത്, അത് പാമ്പുകൾ എന്ന് പറയുന്നത് പിശാചും അവൻ്റെ സന്തതികളുമാണ് പാമ്പുകൾ. തേളുകൾ എന്ന് പറയുമ്പോൾ ദുഷ്ട ദൂതന്മാരാകുന്നു എന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിച്ചാൽ അത് തെറ്റല്ല എന്നാണ് എൻ്റെ മനസാക്ഷിയിൽ പറയുന്നത്. അതല്ല, ഇതിനേക്കാൾ നല്ല വ്യാഖ്യാനമുണ്ടെങ്കിൽ വചനപരമായിട്ട് ഏതെങ്കിലും വാക്യമെടുത്ത് തെളിയിക്കാമെങ്കിൽ ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇത് ഇന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് എൻ്റെ മനസാക്ഷി തെളിവായി പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ, തേൾപോലെ കുത്തുന്ന ഈ ശക്തിയാണ് സാത്താൻ്റെ ദൂതന്മാർ. ഇവരും ഈ ദുഷ്ടദൂതന്മാരും ഭൂമിയിലുണ്ട്. ഇവരാണ് കുത്താനുള്ള ശക്തിയായിട്ടുള്ളത്. നമുക്ക് തേള് പോലെ കുത്തുന്നത് ആരൊക്കെയാണെന്നുള്ളത് വെളിപ്പാടത്തിൽ പഠിച്ചിരുന്നു. അഗാധകൂപം തുറന്നപ്പോൾ ചൂള പോലെ അവിടുന്ന് ജീവികൾ പുറപ്പെട്ടു. അതിന് തേള് പോലെ കുത്താനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞ് പുറപ്പെടുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, അതല്ലാതെ സാത്താൻ്റെ ദൂതന്മാരൊന്നുമല്ല. അത് നമ്മളൊന്ന് പഠിച്ചിരുന്നു, ദൈവത്തിൻ്റെ സൃഷ്ടികൾ. അപ്പം അങ്ങനെ തന്നെ
അപ്പോൾ മനുഷ്യനെ, ദൈവത്തെ ആരാധിക്കുന്നവനെ കുത്തുവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അനീതിയുടെ മുദ്രയേൽക്കാത്തവനെ കുത്തുവാൻ വേണ്ടി ദൈവം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഈ കുത്തക വരും. ഇതാണ് തേളുകൾ എന്നുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അധികാരം എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ അധികാരമുണ്ട്, അതുപോലെ തന്നെ ഇരുളിന്റെ അധികാരമുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഭൂമിയെ ഇനി അടക്കി വാഴാൻ പോകുന്നത് ഭൂതാത്മാക്കളുടെ ശക്തിയാണ്. അപ്പോൾ പാമ്പുകൾ, തേളുകൾ, ശത്രുവിൻ സകല ബലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് അനുസരണക്കേടിൻ്റെ അധികാരത്തിൻ്റെ ഇതോട് ബന്ധത്തിൽ പറയുമ്പോൾ നോഗയുടെ പ്രളയ സമയത്ത് അനുസരണം കെട്ട ജാതികളായി തീർന്ന അവരാണ് നശിച്ചു പോയത്. അതൊന്നടങ്കമായി അമാനുഷ്യരായിട്ടുള്ള മരിച്ചപ്പോൾ അവരുടെ ആത്മാക്കളാണ് ഭൂതാത്മാക്കളായി മാറിയത്. അവരാണെന്ന് വേഷഭൂഷാദികളോടുള്ള ബന്ധത്തിൽ മനുഷ്യൽ പ്രവേശിച്ച് അധികാരം നടത്തുന്നത് ഭൂതാത്മാക്കളാണ്. അപ്പോൾ പാമ്പുകളെയും തേളുകളെയും ശത്രു സകല ബലത്തെയും ചവിട്ടിക്കളയുവാൻ ദൈവസഭയ്ക്ക് അധികാരം തന്നിരിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് പറയാം, അത് പൈശാചിക ശക്തികൾക്കോ അതോ ദുഷ്ടദൂതന്മാർക്കോ ഭൂതാത്മാക്കൾക്കോ നമ്മുടെ മേൽ അധികാരമില്ല. നാം അവയെ ചവിട്ടിക്കളയാനുള്ളതാണ്. ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ഇത് മുഴുവനും വെണ്ണീറായി പോകും, ഒന്നും പ്രബലപ്പെട്ടു നിൽക്കത്തില്ല. ഇതാണ് കർത്താവ് പറഞ്ഞ മർമ്മം. പാമ്പുകളെയും തേളുകളെയും ശത്രു സൽബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു, അവൻ നിങ്ങൾക്ക് ഒരു നാളും ഒരു ദോഷം വരുത്തുകയില്ലെന്ന് പറഞ്ഞു. എന്നാൽ പഴയ നിയമത്തിൽ അധികാരം കൊടുത്തില്ല, സഭയ്ക്കാ തന്നത്. പഴയ നിയമത്തിൽ കൊടുത്തിരുന്നില്ല. അത് പലസ്തീനോ മറ്റുള്ള സൈന്യമോ ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള നേരിട്ട് യുദ്ധത്തിലാണ് വന്നിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടമില്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വലോകങ്ങളിലെ ദുഷ്ടാത്മാ സേനയോടുമാണ് പോരാട്ടം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായി. നമുക്കറിയാം, സാത്താനും അതുപോലെ പൈശാചിക ത്രിമൂർത്തികൾ, ദുഷ്ടന്മാർ, ഇവരെല്ലാം സർപ്പസന്തതികളുടെ ബന്ധത്തിൽ, പാമ്പുകളുടെ ബന്ധത്തിൽ നിൽക്കുമ്പോൾ ദുഷ്ടദൂതന്മാരായിരിക്കുന്ന കുത്തുന്ന വിഷയങ്ങളിടുന്ന, അതേ കുത്തുതൂകിപ്പിക്കുന്ന വിഷയങ്ങൾ പോലുണ്ടാക്കുന്ന ദുഷ്ടദൂതന്മാർ ഈ ഭൂമിയിലുണ്ട്. അതുപോലെ തന്നെ അധികാരമുണ്ട്, തടയുന്ന ശക്തികളുണ്ട്. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ അതിന് മുന്നമേ പോയി ഭൂതാത്മാക്കളുടെ ശക്തികൾ ചില വ്യക്തികളിൽ മേൽ വ്യാപരിച്ചിട്ട് അത് തടഞ്ഞു കളയും. മനസ്സിലായോ? നമുക്കൊരു കാര്യത്തിന് വേണ്ടി നാം പോകുമ്പോഴായിരിക്കും നാം അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഇവനം കയറി അങ്ങ് വ്യാപരിക്കും. എന്നിട്ട് പറയും ഇവന് കൊടുക്കരുതെന്ന് പറയും. അങ്ങനെ വഴിയടയുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ടെന്നാൽ ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ആത്മാവ് പറയുക, നിനക്ക് അല്പമൊക്കെ വിറപ്പിക്കാൻ സാധിക്കും, അല്പമൊക്കെ നിനക്ക് തടഞ്ഞു വെക്കാൻ കഴിയും. പക്ഷേ നിങ്ങളെ ചവിട്ടിക്കളയാനുള്ള അധികാരമാ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പുത്രൻ്റെ രക്തമുഖാന്തരം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ആത്മാവിൽ വിളിച്ചു പറയണം, അത് ഭൂതാത്മ ശക്തികൾ ചില മനുഷ്യരിൽ വ്യാപരിച്ചിട്ട് നമുക്ക് വേണ്ട നന്മകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന, ചില അധികാരങ്ങളെ കയ്യിലാക്കി വെച്ചിരിക്കുന്ന പൈശാചിക ഭൂതശക്തി മണ്ഡലങ്ങളുണ്ട്. അതിനെ ചവിട്ടിക്കളയാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ച് ദൈവം ഏൽപ്പിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ അതിനെയൊക്കെ മാറ്റം വരുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാമ്പുകൾ, തേളുകൾ, ശത്രുവിൻ്റെ സകല അധികാരം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എല്ലാം കൂടെ കൂടുന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇത് സംബന്ധമായിട്ടുള്ള ഒരു അറിവ് കൂടി നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കട്ടെ. അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തിയത് കൊണ്ട് അതിന് ആധികാരികത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എവിടെയൊക്കെയാണ്, ആരൊക്കെയാണ് മാനവരാശിയുള്ള ബന്ധത്തിൽ ദൈവീയ നിത്യയുടെ ആരംഭം കുറിക്കാൻ ഉണ്ടാക്കുന്ന ദിവസത്തിൽ ആണ് കുഞ്ഞാടും അവനോട് സ്വർഗാസുഖത്തിൽ ഇറങ്ങി വരുന്ന സകല വിശുദ്ധന്മാരും രാജ്യം പിതാവാൻ ദൈവത്തെ ഏൽപ്പിക്കുവാനായി അവിടേക്ക് കരയേറി പോകുന്നത്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുവാനുള്ള ദിവസമുള്ള ബന്ധത്തെ നാം നോക്കുമ്പോൾ ഒന്നാമത്തെ ആകാശത്തിലും ഒന്നാമത്തെ ഭൂമിയിലും ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ ആകാശഭൂമിയിൽ ഉണ്ടായിരുന്ന സകല സൃഷ്ടികളും കാണപ്പെടുന്നത് 3 സ്ഥലങ്ങളിലായിരിക്കും എന്ന് പറയാൻ രാത്രിയിൽ പറയാം. ഈ ആകാശത്തിലും ഒന്നാമത്തെ ആകാശത്തിൽ ദൈവം സൃഷ്ടിച്ച ദൂതന്മാർ, ലൂസിഫർ ഉൾപ്പെടെയുള്ള നക്ഷത്ര ഗണങ്ങളിൽപ്പെടുന്ന ദൂതന്മാർ, അതുപോലെ മനുഷ്യ സദൃശരായിരിക്കുന്ന ദേവന്മാരായിരിക്കുന്ന പ്രത്യേക സൃഷ്ടികൾ പർദീസയിലുണ്ട്, ഈ ആകാശമാകുന്ന പർദീസയിലുണ്ട്.
രണ്ടാമത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭൂമിയോടുള്ള ബന്ധത്തിൽ ഇവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഭൂമിയോടുള്ള ബന്ധത്തിൽ ദുഷ്ടദൂതന്മാർ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂതാത്മാക്കളോട് വ്യാപരിക്കുന്നുണ്ട്. അതുപോലെ മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഉണ്ടാക്കാനുള്ള ദിവസം വന്നു കഴിയുമ്പോൾ, ഒടുക്കത്തെ നാൾ കഴിയുമ്പോൾ, പിതാവാം ദൈവത്തെ രാജ്യമേൽപ്പിക്കാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു കൂടെ വന്ന വിശുദ്ധന്മാരും ആരാണ്? നമ്മൾ മടങ്ങി സ്വർഗാസ്വർഗത്തിലേക്ക് പോകും. റിട്ടേൺ യാത്രയുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ദൗത്യത്തിന് വേണ്ടിയാ. അത് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ മടങ്ങിപ്പോകണം. സ്തോത്രം. എത്ര സന്തോഷമുള്ളവരായിരിക്കും അറിയാമോ നമ്മൾ ഓരോരുത്തരും. ചന്ദ്രനിൽ പോകാൻ ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടിയാൽ, ബഹിരാകാശത്ത് പോകാൻ ചാൻസ് കിട്ടിയാൽ നമ്മളൊക്കെ ഭാഗ്യമുള്ളവരാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ അതിശ്രേഷ്ഠകരമായ പദവിയാണ് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് നൽകിയിരിക്കുന്നത്. സ്വർഗാസ്വർഗത്തിൽ പോയി പിതാവാം ദൈവത്തിൻ്റെ സിംഹാസനത്തിനോടടുത്തുള്ള ഒത്തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാനും കുഞ്ഞാടിൻ്റെ രാജ്യ ഏറ്റെടുക്കുന്ന സമയത്ത് അവനോട് അവൻ്റെ രാജ്ഞിയായിട്ട് വിവാഹത്തോടുള്ള ബന്ധത്തിൽ ആയിത്തീരുവാനും, അവിടുന്ന് സൈന്യത്തോട് കൂടെ വരുന്ന ക്രിസ്തുവോട് വന്നിട്ട് ഈ പറയുന്ന 1000 ആണ്ട് എല്ലാ കാര്യങ്ങളും നിവൃത്തീകരിച്ച് മടങ്ങിപ്പോയി സ്വർഗരാജ്യമാകുന്ന പിതാവിൻ്റെ ഇഷ്ടം പോലെ തന്നെ ഭൂമിയിലുമാകുന്ന അവസ്ഥയിലേക്ക്, പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് മാറ്റും എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത, ഇളില്ലാത്ത, പിശാശില്ലാത്ത, ദുഷ്ടദൂതന്മാരില്ലാത്ത, പാമ്പുകളില്ലാത്ത, തേളുകളില്ലാത്ത, ശത്രുക്കളുടെ ബലമില്ലാത്ത പുതിയ ആകാശ പുതിയ ഭൂമിയെ അതിനെയാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്നതാണ്. അപ്പോൾ അവിടെ പ്രവേശിച്ചു കഴിയുമ്പോൾ 3 സ്ഥലങ്ങളിലായിരിക്കും ആകാശത്തിലും ഭൂമിയിലും ഉണ്ടായിരിക്കുന്ന സകല സൃഷ്ടികളും കാണപ്പെടുന്നത്. ആകാശം ഭൂമി കത്തിയെപ്പോഴും, പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ദൂതന്മാരും അതുപോലെ ഭൂതാത്മാക്കളും മനുഷ്യരും നിത്യമായി നശിച്ചു പോകുന്നില്ല. അവർക്ക് നിത്യതയുണ്ട്. അതെവിടെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് ഈ പഠനം മുമ്പോട്ട് പോകാൻ താല്പര്യം. പഠനം അവസാനിപ്പിക്കുകയാണല്ലോ. അപ്പോൾ ഒന്നാമത്തെ ആകാശം ഉണ്ടായിരുന്നു, ഒന്നാമത്തെ ഭൂമി ഉണ്ടായിരുന്നു. ഞാൻ ഇനി ആവർത്തിക്കും. ഒന്നാമത്തെ ആകാശത്തിൽ സൃഷ്ടികളുണ്ട്. അവിടുന്ന് അതുപോലെ ഒന്നാമത്തെ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു, പാഴ്ശൂന്യമായി തീർന്നു. ദൈവം അതിനെ പുരാതന ലോകത്തെ ഭൂമിയെ സൃഷ്ടിച്ചു. ലോകസ്ഥാപനത്തിലെ ഭൂമിയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. ഇതിനകത്ത് 3 കൂട്ടരെ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, സ്വർഗത്തിൽ ഒരു കൂട്ടരെത്തിച്ചേരുന്നവരാണ്, സ്വർഗാസ്വർഗത്തിലുള്ള ബന്ധത്തിൽ കാണും. 2, പുതുവാന ഭൂമിയുള്ള ബന്ധത്തിൽ കാണും. 3, നിത്യനരകാഗ്നിയുള്ള ബന്ധത്തിൽ കാണും. ഈ 3 സ്ഥലങ്ങളിലായിരിക്കും ഒന്നാമത്തെ ആകാശം മുതൽ ഒന്നാമത്തെ ഭൂമി അഥവാ ആകാശ സൃഷ്ടികളുടെ ബന്ധത്തിലും ഭൂമിയുടെ സൃഷ്ടികളുടെ ബന്ധത്തിലും ഈ 3 സ്ഥലങ്ങളിലായിട്ടാണ് നിത്യതയിൽ ഈ സൃഷ്ടികളെ കാണുവാൻ സാധിക്കുന്നത്. സ്വർഗത്തിൽ കാണപ്പെടുന്നത് സ്വർഗാസ്വർഗത്തിലേക്ക് പ്രവേശിപ്പാനുള്ള സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവരാണ് സ്വർഗാസ്വർഗത്തോടുള്ള ബന്ധത്തിൽ കരയേറിപ്പോകുന്നത്. ആരൊക്കെയാണ് അവര്? നമുക്ക് അറിയാവുന്നതുകൊണ്ട് പഠിച്ചുകൊണ്ട് ഇത് പഠിപ്പിക്കുന്നത് 22-ാം അധ്യായം പഠിപ്പിക്കാൻ വേണ്ടി എളുപ്പമാകുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. ഇനിയും പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ഇറങ്ങി വരുന്ന പുത്തനാമരിശ്രീമിനെ കുറിച്ചുള്ളതാണ് 22-ാം അധ്യായത്തിലെ വർണ്ണന. അപ്പോൾ അതിനുള്ള ബന്ധത്തിൽ സ്വർഗാസ്വർഗത്തിലുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ ആരൊക്കെയാണ് സ്വർഗാസ്വർഗത്തിലുള്ള ബന്ധത്തിൽ ബന്ധപ്പെടുന്നത്? അത് ഒന്നാമത് വരുന്ന സൂര്യതേജസ് പ്രാപിക്കുന്ന നന്മലകന്യാകുന്ന കുഞ്ഞാടിൻ്റെ മണവാട്ടി. 2, ചന്ദ്രതേജസ് പ്രാപിക്കുന്ന ദൈവസഭയുടെ വിശുദ്ധന്മാർ അഥവാ കുഞ്ഞാടിൻ്റെ തോഴ്മക്കാരുടെ കുഞ്ഞാടിൻ്റെ മണവാട്ടിയുടെ തോഴിമാരുടെ നിലവാരത്തിലുള്ളവർ. 3 നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വർഗാസ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വർഗത്തിലെ തേജസ് പ്രാപിക്കുന്ന പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാർ, അവര് അബ്രഹാം ഉൾപ്പെടെയുള്ളവരായിരിക്കും. 4, അവർക്ക് നക്ഷത്ര തേജസ്സായിരിക്കും. നക്ഷത്രങ്ങൾ വ്യത്യസ്തമുള്ള തേജസ്സുള്ള ഇസ്രായേലിന് 144 പേർ. ഇവരാണ് സ്വർഗവുമായി ബന്ധപ്പെടുന്നത്. സ്വർഗാസ്വർഗത്തിൽ ഉള്ള ബന്ധത്തിലുള്ളത് ഇവരാണ്. ക്ലിയർ ആണല്ലോ? ഇതുവരെ പഠിച്ച സമ്മറൈസ് ചെയ്യുമ്പോൾ
നമ്മൾ പഠിച്ചെല്ലാം കൂടി ഒന്ന് ഓർത്തു വരുമ്പോൾ നിത്യത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കുകയല്ല ചെയ്യേണ്ടത്. ആരെവിടെയാകുന്നു, ദൂതന്മാർ എവിടെയായിരിക്കും, ദുഷ്ടദൂതന്മാർ എവിടെയായിരിക്കും, ഭൂതാത്മാക്കൾ എവിടെയായിരിക്കും, നല്ലവരായ മനുഷ്യർ എവിടെയായിരിക്കും, മണവാട്ടി എവിടെയായിരിക്കും, പഴയ നിമിഷന്മാർ എവിടെയായിരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി കാണിക്കല്ല ചെയ്യേണ്ടത്. ദൈവവചനത്തിന് അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയെടുക്കണം. അത് വെളിപ്പെടുത്തിക്കൊണ്ടാണ് വെളിപ്പാട് പുസ്തകം തീരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആകാശം, ഒന്നാമത്തെ ഭൂമി, മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ, അങ്ങനെ പറഞ്ഞു മലാഖയുടെ പുസ്തകം വന്ന് വെണ്ണീറായിരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതുതാക്കി തീർക്കുന്ന കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ള പുതിയ ആ നിയമം മുഖാന്തരമായി പുതുതാക്കി തീർക്കുന്ന, പുതിയ സൃഷ്ടികളാക്കി തീർക്കുന്നതിനെ പുതിയ ആകാശ പുതിയ ഭൂമിയുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തി എവിടെയൊക്കെയാണ് ആരൊക്കെ ഉണ്ടായിരിക്കുന്നതെന്ന് കൂടി വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ സ്വർഗാസ്വർഗവുമായി ബന്ധപ്പെടുന്ന സ്വർഗദേശ പ്രാപിക്കുന്നവരാണ്. ഇനി അത് ആവർത്തിക്കേണ്ടല്ലോ. സ്വർഗദേശ പ്രാപിക്കുന്നവർ ആരൊക്കെയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അവരെവിടെയൊക്കെയാണ് നിത്യത്തിൽ പുതിയ ശിക്ഷയുള്ള ബന്ധത്തിൽ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ പുതിയ ആശുപത്രിയുമായി ബന്ധപ്പെടുന്നത് നമ്മൾ മനസ്സിലാകും. രണ്ടാമത് കാണുന്നത് പുതുവാന ഭൂമിയിലാണ്. പുതുവാന ഭൂമിയിലേക്ക് ആരാ പ്രവേശിക്കപ്പെടുന്നത്? ഈ പറയുന്ന ഈ ഒന്നാമത്തെ ആകാശത്തോളം ഒന്നാമത്തെ ഭൂമിയോടും അല്ലെങ്കിൽ ആകാശഭൂമിയോടുള്ള ബന്ധത്തിൽ ഒരൊറ്റ ദൂതന്മാർ പോലും സ്വർഗാസുഖത്തിലേക്ക് പോകത്തില്ല. അവർക്കൊന്നും അതിനുള്ള അധികാരമില്ല. അവർക്കൊന്നും അതിനുള്ള അധികാരമില്ല, അതിനുള്ള അവസരമില്ല. എന്നാൽ മൺപൊടികളായിരിക്കുന്ന നമുക്ക് വെണ്ണീറായി തീരാനുള്ള അവസ്ഥയിൽ നിന്ന് വിണ്ണിന്റെ മക്കളായി തീരുവാനുള്ള വലിയ വാഗ്ദത്തം നമ്മുടെ തലമേൽ ദൈവം തന്നിരിക്കുകയാണ്. വെണ്ണീറായി തീരേണ്ട, ഒന്നുമില്ലാതായി ഭസ്മമായി പോകേണ്ട എന്നെയും നിങ്ങളെയും തേടി വന്ന കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ ഒന്നുമില്ലാതായി തീർന്നത്, അഥവാ വെണ്ണീറായി തീർന്നത്, അവൻ ശൂന്യമാക്കപ്പെട്ടത് നമ്മെ തികവുള്ളവരാക്കി വിണ്ണിന്റെ മക്കളാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. യേശു തന്നെ താൻ ഒഴിച്ചു. അതിനർത്ഥം അവൻ പൊടി കൊണ്ടുള്ളവനായിരുന്നില്ല, വചനമായിരിക്കുന്ന അവന്റെ ശരീരം, അതെ, അവനിലുണ്ടായിരുന്ന ജീവൻ മുഴുവൻ ഒഴിച്ചു തന്ന് നമ്മെ വിണ്ണിന്റെ മക്കളാക്കി തീർക്കുവാൻ, സ്വർഗീയ തേജസ്സിന്റെ മക്കളാക്കി തീർക്കുവാൻ, സ്വർഗീയ പൗരന്മാരാക്കി തീർക്കുവാൻ ദൈവം കാണിച്ചു തന്നിരിക്കുന്ന ദൈവത്തിന്റെ വലിയ വഴി, ആ സ്വർഗീയ വിളി നഷ്ടമാക്കി കളയരുതെന്ന് രാത്രിയിൽ ആത്മാവിൽ പ്രബോധിപ്പിക്കുകയാണ്. പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്ന ഏറ്റവും അതിശ്രേഷ്ഠമായിരിക്കുന്ന പദവിയാണ് അവന്റെ മണവാട്ടിയായി തീരുവാൻ, നിർമ്മലകന്യയായി തീരുവാനുള്ള പദവി ലഭിക്കുന്നത്. ആ പദവി ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും ദിവസങ്ങളിൽ ശുദ്ധീകരിച്ച് കർത്താവിന്റെ ശരീരത്തോട് സദൃശപ്പെടുത്താനോട് ചേരുവാൻ തക്കതായ വിശുദ്ധിയെ പ്രാപിപ്പാൻ ദൈവിക ജ്ഞാനമുള്ളവരായിട്ടാണ്. ദൈവഭയം എന്ന് പറഞ്ഞാൽ ദൈവജ്ഞാനം, പരിജ്ഞാനത്തെയാ പറയുന്നത്. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവിക പരിജ്ഞാനത്തിൽ, ദൈവിക ജ്ഞാനത്തിൽ നാം എന്തായിത്തീരണം? കുഞ്ഞാടിന്റെ മണവാട്ടിയായിത്തീരണം. അത് സാധിച്ചിട്ടില്ല എങ്കിൽ, ഞാൻ രാത്രി ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ഒരിടത്തിരുന്നപ്പോൾ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി. ഞാനത് ഒന്ന് രാത്രിയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവെങ്കിൽ തള്ളപ്പെടുന്നവരുമുണ്ട്, ശേഷിക്കുന്നവരുമുണ്ട്. ഒരിക്കലും ദൈവസഭയുള്ള എല്ലാവരും തള്ളപ്പെട്ടു, കൈവിടിഞ്ഞു എന്ന് പറയരുത്. അപ്പൊ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? കർത്താവ് വന്ന് തന്റെ വിശുദ്ധന്മാരായിരിക്കും തികവുള്ളവരെ എടുക്കുമ്പോൾ ഇവിടെ 30 മേനിയും 60 മേനിയും ഉണ്ട്. അവർ തള്ളപ്പെട്ടവരല്ല, കൈവിടപ്പെട്ടവരല്ല. അതിനൊരു പദം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ വാക്യം? അത് പദമെന്ന് അറിയാമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിത്യജീവന യോഗ്യതയുള്ളവർ ഈ ഭൂമിയിൽ വീണ്ടും ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 60 മേനിയിലുള്ള ചന്ദ്രതേജസ് പ്രാപിപ്പാനുള്ളവരും അതുപോലുള്ള പഴയ ദർശന്മാർ ഇവിടെ ഭൂമി ഉണ്ടായിരിക്കും. ഇവരെ തള്ളപ്പെട്ടു പോയവരെന്നും
കൈവിടപ്പെട്ടു പോയിരുന്നുമല്ല ബൈബിൾ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് എന്താണെന്ന് വെളിപ്പാട് 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതിൻ്റെ 12-ാം അധ്യായം അവസാന വാക്യം 17-ാം വാക്യം, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി യുദ്ധം ചെയ്യുവാൻ യേശു സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പിലുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ. അത് മാറ്റണം. ദൈവസഭകളുടെ പഠിപ്പിക്കലിൽ മാറ്റം ആവശ്യമാണ്. പഠിപ്പിക്കണം, ശരിയായ രീതിയിൽ പഠിപ്പിക്കണം. തള്ളപ്പെട്ടു പോയി, കൈവിടപ്പെട്ടു പോയി എന്ന് പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇരുന്നപ്പോൾ ഇത് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ, ദൈവമേ, ഇത് പഠിപ്പിക്കുന്നതൊന്നും ശരിയായ രീതിയിൽ പഠിപ്പിക്കുന്നില്ലല്ലോ. ഇത് മാത്രമേ പറയുന്നുള്ളല്ലോ, തള്ളപ്പെട്ടു പോയി, കൈവിടപ്പെട്ടു പോകും, കൈവിടപ്പെട്ടു പോകും, തള്ളപ്പെട്ടു പോകുന്ന പഠിപ്പിക്കുന്നുള്ളല്ലോ. ഞാൻ പഠിപ്പിക്കുന്ന ഒരിക്കലും നിങ്ങൾ ശേഷിക്കണം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതല്ല. പക്ഷെ വചനം അങ്ങനെ ആയതുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും പറയുന്നത് കൊണ്ട് അതേ പല്ലവി ആവർത്തിക്കാനാണ് പിന്നെ എന്തിനാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്? എല്ലാവരും പറയുന്നത് പറയാനാണ് പിന്നെ വെളിപ്പാട് ദിവസം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഉണ്ടോ? എല്ലാവരും പറഞ്ഞു വെച്ച പോലെ, എല്ലാവരും എഴുതി വെച്ച പോലെ അതുപോലെ തന്നെ ആവർത്തിച്ച് പ്രസംഗിക്കാനാണെങ്കിൽ ആവശ്യമില്ല. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് സംസാരിക്കുമ്പോൾ അതിന് ആധികാരികത ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അവളുടെ സന്തതിയുടെ ശേഷിപ്പിലുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ നിന്നു. ഈ സാത്താൻ വന്ന് യുദ്ധം ചെയ്യണമെങ്കിൽ തള്ളപ്പെട്ടവരോടല്ല യുദ്ധം ചെയ്യാൻ വരുന്നത്. ഇപ്പൊ ഇവിടെ ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ശേഷിപ്പിലുള്ളവരുണ്ട്. 30 മേനി 60 മേനിക്കാരുണ്ടെന്നേ. അതാ പറയുന്നത്. തള്ളപ്പെട്ടവരോട് യുദ്ധം ചെയ്യാനല്ല സാധാരണ അവിടെ വരുന്നത്. പോകേണ്ടതിനെ കൊണ്ടുപോയി 100 മേനിയെ കൊണ്ടുപോയി 60 30 പടി ഉണ്ട്. അതിനെ ശേഷിപ്പെന്നാ പറഞ്ഞ റെമനന്റ് ശേഷിപ്പ് ഉണ്ട്. ഇന്ന് കർത്താവ് മധ്യാകാശത്തിൽ സഭയെടുക്കുകയാണെങ്കിൽ ഇവിടെ തള്ളപ്പെട്ടവരുടെ കൂട്ടം അത് ഉണ്ട്. പാപം ചെയ്തവരെ തള്ളിക്കളയും. എന്നാൽ റെമനന്റ് ആയിട്ടുള്ള ശേഷിപ്പായിട്ടുള്ള വിശുദ്ധന്മാർ ഭൂമിയിൽ ഉണ്ടായിരിക്കും. അതിനെയാണ് അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളതെന്ന് പറയുന്നത്. അതുകൊണ്ട് രാത്രിയിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത്, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആധികാരികതയിൽ പറയാൻ സാധിക്കുന്നത്, എല്ലാവരും കൈവിടപ്പെട്ടു പോകുകയല്ല, എല്ലാവരും തള്ളപ്പെട്ടു പോകുകയല്ല. സ്വർഗത്തിൽ നിന്ന് പുത്രനായ യേശുക്രിസ്തു മധ്യാകാശത്ത് വന്ന് സഭയെ അവനോടുകൂടെ ചേർക്കുമ്പോൾ ആ ചേർക്കപ്പെടുന്ന മണവാട്ടി സഭ നിർമ്മല കന്യകയോട് എടുക്കപ്പെടും. പക്ഷേ തോഴിമാരാകുന്ന നിലവാരത്തിലുള്ള 60 മേനിക്കാരും അന്ന് ജീവനോടിരിക്കുന്നവർ ഭൂമിയിൽ കാണും. 30 ജീവനുള്ളവരെ കാണും. ഇവർ തള്ളപ്പെട്ടവരല്ല, ശേഷിപ്പിലുള്ളവരാണ്. ഇന്ന് രാത്രിയിൽ മർമ്മം മനസ്സായെങ്കിൽ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇനി കർത്താവ് വന്ന് ഇവിടുന്ന് എടുക്കപ്പെടുമ്പോൾ മധ്യാകാശം വരുമ്പോൾ നിങ്ങളെല്ലാവരും എടുക്കപ്പെട്ടെന്നിരിക്കട്ടെ. ഞാൻ ദൈവകൃപയാൽ 100 മാർക്ക് എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഈ പറയുന്ന ഒരു മീഡിയം മാർക്ക് 60 മാർക്കേ കിട്ടിയുള്ളൂ. അതിനുള്ള യോഗ്യതയുള്ളൂ. അപ്പം ബാക്കിയുള്ള 100 മേനി എന്ന് പറയുമ്പോൾ അത്രയുള്ള പദവിയുള്ള എല്ലാം എടുക്കപ്പെട്ടു. ഞാനിവിടെ 60 മാർക്ക് വാങ്ങിച്ചോടെ നിൽക്കുമ്പോൾ കർത്താവ് എന്നെ തള്ളിക്കളയല്ല ചെയ്യുന്നത്, എന്നെ ശേഷിപ്പാടിവിടെ കാണുകയാണ് ചെയ്യുന്നത്. എൻ്റെ പേരെന്നൊരു ജീവിതത്തിൽ വെട്ടിക്കളയത്തില്ല. 30 മേനിയുള്ള 30 മാർക്കുള്ളവനായിട്ടാണ് ഞാൻ നിൽക്കുന്നെങ്കിലും തള്ളിക്കളയത്തില്ല. ഞാനീ പറയുന്നത് സത്യമാകട്ടോ. ദൂത കൃത്യമായ കാര്യമാണ് പറയുന്നത്, സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുള്ളത് കർത്താവിൻ്റെ വരവുകൾ കൈവിടപ്പെട്ടു പോകും, കർത്താവിൻ്റെ വരവുകൾ തള്ളപ്പെട്ടു പോകും എന്നൊക്കെയാ കേട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ തള്ളപ്പെട്ടും അത് ഈ പറയുന്ന കൈവിടപ്പെട്ടു പോകുന്നത് പാപം ചെയ്യുന്നവരാ. അങ്ങനെ അവരൊക്കെ തള്ളപ്പെട്ടു പോകും. അത് ഇതുമായിട്ട് ബന്ധമില്ല. കർത്താവിൻ്റെ കർത്താവിൻ്റെ മധ്യാകാശപരവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? സഭയുമായിട്ട് ബന്ധം വരുമ്പോൾ ആ സഭയ്ക്കകത്ത് പാപികളുണ്ടെങ്കിൽ അവരങ്ങനെ പോകും. പക്ഷേ കർത്താവിൻ്റെ മധ്യാകാശപരമെങ്കിൽ സഭയോടുള്ള ബന്ധത്തിൽ പറയേണ്ടത് ശേഷിപ്പ് ഇവിടെ ഉണ്ടായിരിക്കുമെന്നാണ്. അതിൻ്റെ കറക്റ്റ് മെസ്സേജ്, അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ, കറക്റ്റ് കാര്യമാണ് പറയുന്നത്. ഞാനല്ല, കർത്താവ് വരുമ്പോൾ നമ്മളെല്ലാവരും എടുക്കപ്പെടേണ്ട ആഗ്രഹം അതാണ്. ഞാൻ ആരെങ്കിലും ശേഷിച്ചാൽ മറന്നു പോകരുത്, ഈ പഠിപ്പിച്ചതൊന്നും മറന്നു പോകരുത്. പ്രിയപ്പെട്ടവർ, ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഇപ്പം ഭർത്താവിനെ നോക്കാൻ ഭാര്യ കാണും,
ഭാര്യ നോക്കാൻ ഭർത്താവ് കാണും, മക്കളെ കാത്തിരിക്കാൻ മക്കൾ കാണും, അല്ലെങ്കിൽ അവരൊക്കെ കാണും. പക്ഷേ ഞാനൊരു കാര്യം ഇന്ന് രാത്രിയിൽ ഭയത്തോടെ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എന്ന് വരെ ആരൊക്കെ എവിടെയൊക്കെ കാണും? കർത്താവ് വരുമ്പോൾ, കർത്താവിൻ്റെ വരവെങ്കിൽ ദൈവകൃപയാൽ ഞാൻ നിങ്ങളും എടുക്കപ്പെട്ടാൽ, ഒരുമിച്ചെടുക്കപ്പെട്ടാൽ സന്തോഷം, ഭാഗ്യം. അതല്ല, ശേഷിപ്പായി ആരെങ്കിലും നിന്നുപോയാൽ അവിടെ ഭൂമിയിൽ ശേഷിപ്പുണ്ടായിരിക്കും. അതിനെ തള്ളപ്പെട്ടു പോവുകയല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഭയിൽ 30 60 100 ആഗോള സഭയിൽ ഇവരെല്ലാം ഉണ്ട്. അതുകൊണ്ട് കർത്താവ് വന്നു കഴിയുമ്പോൾ സഭ എടുക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം, മണവാട്ടി സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് എടുക്കപ്പെടുന്ന കൂട്ടമുണ്ട്. സഭയോടുള്ള ബന്ധത്തിൽ തള്ളപ്പെടുന്നവരെ അല്ല പറഞ്ഞിരിക്കുന്നത്, സഭയുടെ ശേഷിപ്പിനെ പറയും. അതുകൊണ്ടാണ് വെളിപ്പാടസം പറയുന്നത്. 12-ാമത്തെ വെളിപ്പാടസം പഠിപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് വന്ന കുഴപ്പമില്ല. ജീവൻ പോയാലും പഠിക്കത്തില്ല. ഒന്ന് വായിച്ച് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ സമയം തരത്തുമില്ല. എന്നോട് ചില ചർച്ചകളിൽ ചെന്നപ്പോൾ ഞാൻ പിന്നെ എപ്പോൾ വന്ന് പോകാറില്ല. എന്നോട് പറഞ്ഞു, മീറ്റിങ്ങിനെ വരെ വിളിക്കാതെ ഞാൻ ചെല്ലുമ്പോൾ ഈ വെളിപ്പാടോസം പഠിപ്പിക്കുക. എന്നോട് പറഞ്ഞു, വെളിപ്പാടോസം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കതൊന്നും കേൾക്കാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടുമില്ല. ഈ വെളിപ്പാടോസം ഒന്നാദ്യം പഠിപ്പിക്കണമെന്നേ, എങ്കിലേ ശേഷിപ്പിനെ കുറിച്ചൊക്കെ മനസ്സിലാകുള്ളൂ, എങ്കിലേ സഭയുടെ ശേഷി ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാകുള്ളൂ. അന്ന് ഞാൻ പഠിപ്പിച്ചതാണ്. പക്ഷെ ഒന്നുകൂടെ ആവർത്തിക്കുക, ഇത് പ്രധാന സംഭവം ആയതുകൊണ്ടാണ്, മുഖ്യ ആയതുകൊണ്ടാണ് ഒന്നുകൂടി എടുത്ത് പഠിപ്പിക്കുന്നത്. 12-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നത്, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, സാത്താനിക മഹോദ്രവ. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും, അത് പഴയ വിശുദ്ധന്മാരുള്ളവർ ദൈവകൽപ്പന പ്രമാണിക്കുന്നത്. യേശുവിന്റെ സാക്ഷ്യം സുവിശേഷത്തിന്റെ അല്ല, സഭയുടെ അല്ല, പിന്നെ ആരാ? യഹൂദനാണോ യേശുവിനെ ദൈവസഭ എടുക്കപ്പെട്ട പിന്നെ ഇവിടെ അംഗീകരിക്കുന്നത്? അവർ കുത്തിയവങ്കിലേക്ക് നോക്കുന്നത് കർത്താവിന്റെ 2-ാമത്തെ വരവ്. അതുവരെയും അവർ ശത്രുത്വമാണ്, അവരംഗീകരിക്കത്തില്ല. യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരായി അവളുടെ സന്തതിയിൽ പേനയുണ്ടെങ്കിൽ വരച്ചേക്കണം, ശേഷിപ്പിലുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. ഇനി ഏതെങ്കിലും കാരണവശാൽ തികവില്ലാതെ എടുക്കപ്പെടാതിരുന്നാൽ തള്ളപ്പെട്ടു പോകുകയല്ല, ശേഷിപ്പായിരിക്കും. അതുകൊണ്ട് ശേഷിപ്പിലാണെങ്കിലും ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയോടു കൂടി അവനോട് പോരാടാൻ വേണ്ടി നിന്നുകൊള്ളണമെന്നാണ് ദൈവവചനത്തിന്റെ സന്ദേശത്തിൽ ഞാൻ പഠിപ്പിക്കുന്നത്. നമ്മുടെ യുദ്ധം അന്നേരവും ദൈവസഭയുടെ യുദ്ധം തീർന്നു പോകത്തില്ല. ഈ പറയുന്ന കാര്യം മനസ്സിലായെങ്കിൽ ഞാൻ അധികം ഇതേക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നില്ല. അപ്പം ദൈവസഭ പഠിപ്പിച്ചപ്പോൾ തള്ളപ്പെട്ടു പോകും. ഞാനിത് മാത്രമേ കേൾക്കാം. കർത്താവിനും കൈവിടപ്പെട്ടു പോകുമേ, ഒരു കൈവിടപ്പെട്ടു പോകുമേ, തള്ളപ്പെട്ടു പോകുമേ എന്നാ പഠിപ്പിക്കുന്നെങ്കിൽ ഞാൻ രാത്രിയിൽ പഠിപ്പിക്കുകയാണ്, അതെ, തള്ളപ്പെട്ടു പോകും. അത് ദൈവമായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല. എന്നാൽ ഒരുങ്ങി കാത്തു നിൽക്കുന്ന എന്ന് പറയുന്നതിൽ നിന്ന് ഒരു കൂട്ടർ ഇവിടുന്ന് എടുക്കപ്പെടും, മറ്റൊരു കൂട്ടർ ഇവിടെ ശേഷിക്കും. ഈ ശേഷിപ്പിലുള്ളവർ പാപികളല്ല, അവര് ആ തികഞ്ഞ പുരുഷത്തിലേക്ക് എത്താൻ കഴിയാത്തവരാ. അതുകൊണ്ട് ആ ശേഷി ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് എനിക്ക് പഠിപ്പിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഇനി ഇതിനെ ആര് ദുരുപദേശം എന്ന് പറഞ്ഞാലും, കേൾക്കണ്ട എന്ന് പറഞ്ഞാലും, ഞാനത് 100 പ്രാവശ്യം 100 ആവർത്തി എനിക്ക് ദൈവം തന്നിരിക്കുന്ന സമയം മുഴുവൻ പ്രസംഗിക്കും. യേശു കർത്താവ് വന്നാൽ നമ്മളെല്ലാവരും എടുക്കപ്പെടണം. നാം തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, നാം ശേഷിക്കുന്നവരുടെ കൂട്ടത്തിലായിത്തീരാനുള്ള സാധ്യതകളുണ്ട്. മറന്നു കളയരുത്. തള്ളപ്പെട്ടു പോകുന്ന കൂട്ടത്തിലല്ല, തികവില്ലെങ്കിൽ ശേഷിപ്പിലൂടെ കാണും. പക്ഷേ സാത്താന്യ മഹത്വത്തിലൂടെ കടന്നു പോകണം. എല്ലാതും നീണ്ട് എതിർക്രിസ്തുമണ്ഡലത്തിലൂടെ കടന്നു പോകണം, രക്തസാക്ഷികളാകണം. ഇവിടെ പലരും ചോദിക്കും, കർത്താവ് വന്ന് സഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരാ ഉള്ളതെന്ന് ചോദിക്കുന്നവരോട് ഇന്ന് രാത്രിയിൽ ഉത്തരം പറയുകയാണ്. സഭ കർത്താവിന്റെ മണവാട്ടി സഭ ഇവിടെ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ സ്നാനപ്പെട്ടവരോ കർത്തൃമേശ അനുഭവിച്ചവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും എടുക്കപ്പെടത്തില്ല. തികവുള്ള ക്രിസ്തുവാകുന്ന തലയോട് ചേരുവാനുള്ള ശരീരം മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. ബാക്കിയുള്ള ശേഷിപ്പ് ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ആത്മാവിൽ ദർശിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുക. അത് സത്യമാണെന്നുള്ളത് ദൈവവചനത്തിന് ആധികാരികതയിൽ ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട്, അപ്പോൾ നാം കൈവിടപ്പെട്ടു പോകുന്നു എന്ന് മാത്രമല്ല,
നാം ശേഷിപ്പിൽപ്പെടാതിരിക്കണം. കൈവിടപ്പെട്ടു പോകുന്നത് നമ്മളെ പറയേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ദൈവസന്നിധി നിൽക്കുന്നവരല്ലേ, സ്നാനപ്പെട്ടവരല്ലേ, കർത്താവിന്റെ കൃപയിൽ നിൽക്കുന്നവരല്ലേ, പാപികളല്ലല്ലോ. നാം പാപികളല്ലല്ലോ. ദൈവത്തിന്റെ കൃപയാൽ നാം നീതീകരിക്കപ്പെട്ട ഒരാളുള്ളത് കൊണ്ട് തള്ളിക്കളയാൻ ഉള്ള സാധ്യതകൾ വിരളമാണ്. പക്ഷെ എന്നാൽ നാം ശേഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ സന്ദേശം ചിലർക്ക് മനസ്സിലായി എന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് നിശ്ചയമായിട്ട് പറയാൻ സാധിക്കും. ഞാൻ പറയട്ടെ, ഞാൻ എല്ലാം തികഞ്ഞെന്നോ ഞാൻ എടുക്കപ്പെടുമെന്നോ എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ എനിക്ക് അങ്ങനെ ഓടി എടുക്കാൻ കഴിയാതിരുന്നു കഴിഞ്ഞാൽ വല്ല വിധേനയും കർത്താവ് എന്നെ കൊണ്ടുപോകുന്നില്ല എങ്കിൽ എനിക്ക് കാര്യം മനസ്സിലാകും. ഞാൻ ശേഷിപ്പിൽപ്പെട്ടുപോയി, ഞാൻ ശേഷിപ്പിലാണ്. അതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് എതിർ ക്രിസ്തുവിന്റെ സാധാനിക മഹോത്സവമാണ്. അന്നേരം എന്തൊക്കെ നടക്കും, എന്തൊക്കെയാണെന്ന് മനസ്സിലാകും. എതിർ ക്രിസ്തുവിന്റെ ഭരണമാണെന്ന് മനസ്സിലാകും. കർത്താവിന്റെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ബന്ധത്തിൽ ഒരുങ്ങുവാനും നമുക്ക് കഴിയും. അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ദിവസങ്ങൾ ഇങ്ങനെയുള്ള ക്ലാസ്സിൽ എടുക്കുന്നത്. അതല്ലാതെ കൈവിടപ്പെട്ടു പോയി, തള്ളപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് സഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാം വട്ടുപിടിച്ചു പോകും, അവരെല്ലാം ആത്മഹത്യ ചെയ്ത് പോകട്ടെ എന്നുള്ള പഠിപ്പിലുണ്ടെങ്കിൽ അത് പൈശാചികമാണ്. ദൈവമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ അറിവില്ലായ്മ എന്ന് പറയുന്നതാ. സ്ത്രീയുടെ സന്ധ്യയുടെ ശേഷിപ്പ്, സുവിശേഷത്തിന്റെ ശേഷിപ്പ് ഇവിടെ ഉണ്ടായിരിക്കും, സന്ധ്യയുടെ ശേഷിപ്പ് ഉണ്ടായിരിക്കും എന്നുള്ള വചനമാണ്. ഈ പറയുന്ന കാര്യം സത്യമാണ്. ആരെയും കർത്താവിന്റെ പരിപാടി ഒരുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങൾ പതിയെ ഓടിയാൽ മതി, നിങ്ങൾ ഒരുക്കപ്പെടേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആരും എന്നെ തെറ്റി വ്യാഖ്യാനിക്കരുത്, ദുർവ്യാഖ്യാനം നടത്തരുത്. ഞാൻ അങ്ങനെയല്ല, ദൈവത്തിൽ ആണയിട്ടുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന അങ്ങനെ ഒരു പഠിപ്പിലല്ല പഠിപ്പിക്കുന്നത്. പക്ഷെ ഈ മേനികളുണ്ട്, കൈവിടപ്പെട്ടു പോകുകയല്ല ചെയ്യുന്നത്. ദൈവസഭയുടെ ശേഷിപ്പ് ഇവിടെ ഉണ്ടായിരിക്കുമെന്നുള്ളത് ഞാൻ ദൈവവചനത്തിൽ ആണയിട്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ ഈ വചനത്തിന് വിരാമം ഇടുകയാണ്. അതേക്കുള്ളൂ എനിക്ക് പറയാൻ പറ്റത്തില്ല. സത്യമായതുകൊണ്ട് അങ്ങനെ കർത്താവിനെ പറയാം, സത്യമായിട്ട് പറഞ്ഞില്ലേ. സ്തോത്രം. ഇത് പറയുമ്പോൾ എനിക്കറിയാം ഒരുപാട് പേർക്ക് പ്രശ്നം ഉണ്ടാകുന്നറിയാം. ഞാനൊരു ക്യാപ്ഷൻ ഇട്ടിട്ട് ദൈവം വെച്ചാൽ ഈ മെസ്സേജ് ഞാൻ കേട്ടു, അത് കണ്ടോട്ടെ, എല്ലാവരും കേട്ടോട്ടെ. ഇനി അതിനുവേണ്ടി എന്ത് വന്നാലും എനിക്കത് കുഴപ്പമില്ല. അപ്പം സഭയുടെ ശേഷിപ്പൊടി ഉണ്ടായിരിക്കും, തള്ളപ്പെട്ടു പോകുകയല്ല, കൈവിടപ്പെട്ടു പോകുകയല്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നിൽക്കാൻ കൂടി പഠിക്കണം. ഞാൻ എപ്പോഴും എല്ലാവരും പറയാറുണ്ട്, നാം എപ്പോഴും പോസിറ്റീവ് മാത്രം ചിന്തിച്ചിരിക്കാൻ പാടില്ല. ഈ നെഗറ്റീവും കൂടെ വന്നാൽ മാക്സിമം ഇവിടെ വരെ വരുമെന്ന് ചിന്തിച്ചോണം. അങ്ങനെയല്ലേ തീയിലേക്ക് എടുത്തിട്ടപ്പോൾ അവർ ചിന്തിച്ചത്? അവർ പോസിറ്റീവ് മാത്രം പറഞ്ഞു, ഞങ്ങളെ വിടിവിക്കും, ഞങ്ങളെ വിടിവിക്കും, ഞങ്ങളെ വിടിവിക്കും, കർത്താവ് ഇപ്പോൾ ഇറങ്ങി പോയി ഞങ്ങളെ. അങ്ങനെയാണോ പറഞ്ഞത്? അല്ലല്ലോ. അതെന്നാ പറഞ്ഞത്? എന്താ പറഞ്ഞെന്താ? വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിൽ എന്താ പറഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഞങ്ങൾ ദൈവത്തോടാണോ ചെയ്തില്ല എന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരാ, അങ്ങനെ ഒന്നും സംഭവിക്കത്ത് ഞങ്ങൾ എടുക്കപ്പെടും, അങ്ങനെ ചിന്തിക്കരുത്. കർത്താവാ തീരുമാനിക്കുന്നത് എടുക്കണോ എന്നുള്ളത്. അതുകൊണ്ട് സന്ദേശം മനസ്സിലായല്ലോ. അതുകൊണ്ട് അയ്യോ ഞാൻ കൈവിടപ്പെട്ടു പോകുകയോ തള്ളപ്പെട്ടു പോകുകയോ എന്നുള്ള നിലവിളിയൊക്കെ മാറ്റിയിട്ട് കർത്താവേ അങ്ങ് വരുമ്പോൾ ഞാൻ എടുക്കപ്പെടണം, ഞാൻ ശേഷിപ്പിൽ ഇവിടെ നിൽക്കാൻ ഇടയാകാതെ എന്നെ കൂടി ആ തികവിലേക്ക് എത്തിക്കണം, എൻ്റെ കുടുംബത്തെ കൂടി എത്തിക്കണമെന്ന് എത്ര കാലം മാത്രമേ പ്രാർത്ഥിക്കാൻ സാധിക്കും. തള്ളപ്പെട്ടു പോകുന്നൊരവസ്ഥ നമ്മൾ വിശ്വാസം വരുന്നതിന് മുമ്പായിരുന്നു, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പായിരുന്നു, സ്നാനപ്പെടുന്നതിന് മുമ്പായിരുന്നു, അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന കർത്താവേ, തള്ളപ്പെട്ട കൂട്ടത്തിൽ തന്നെ നീ ചേർത്തുകൊണ്ട കൂട്ടത്തിലാണ്. പക്ഷേ അങ്ങ് വരുമ്പോൾ എടുക്കപ്പെടാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, ഞാൻ പൊടിയും വെണ്ണീറുമാ. എന്നാൽ എന്നോട് കണ്ണ തോന്നി ആ തേജസ്സിൻ്റെ കൃപയിലേക്ക് എന്നെ അങ്ങയുടെ ഇഷ്ടപ്രകാരം നയിക്കാൻ, എൻ്റെ മാത്രമല്ല എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെയും കർത്താവ് എൻ്റെ പ്രിയപ്പെട്ടവരെയും എടുക്കാൻ അങ്ങേക്ക് പ്രസാദം തോന്നണമെന്ന് ഇടിവിടുന്ന് പ്രാർത്ഥിക്കാം. രാത്രി സന്ദേശം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ മനസ്സിലാകുമ്പോൾ സ്വർഗാസുഖത്തിൽ ഉള്ള സ്വർഗതേജസ് പ്രാപിക്കുന്ന സ്വർഗാസുഖത്തിൽ ബന്ധത്തിലാണ്. പുതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനം പ്രാപിക്കുന്നതിൽ സൗന്ദര്യം ഏൽപ്പിച്ചു കൊടുക്കുന്നവർ, നിത്യ യോഗ്യത ജീവസം തുറക്കുമ്പോൾ ജീവസത്തിൽ പേരുള്ള ആബാല ബന്ധപ്പെടുന്ന ശിശുക്കൾ ഉൾപ്പെടെയുള്ള, അതുപോലെ ഇടങ്ങയും വലങ്ങയും തിരിച്ചറിയാതിരുന്ന വ്യക്തികൾ ഉൾപ്പെടെ മാനസാന്തരപ്പെട്ടവർ, 30 മേനി ഉള്ള പഴയ നിയമ പുതിയ വിശുദ്ധന്മാരെല്ലാവരും പ്രവേശിക്കപ്പെടുന്നത് ദൂതതുല്യരായിട്ട് അവർ പൊതുവാന ഭൂമിയിൽ കാണും.
അതുപോലെ തന്നെ ഒന്നാമത്തെ ആകാശം കത്തി കഴിഞ്ഞില്ല അതിനു മുമ്പായിട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന ദൂതന്മാരിൽ ദൂതന്മാർ അവരതുപോലെ തന്നെ പുനരുത്ഥാനമോ ഒന്നും മാറ്റമില്ല, അവർ തേജസ്സുള്ള ദൂതന്മാരാ. അവര് പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടും. മൂന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് നിരപ്പ് പ്രാപിക്കാതെ അകന്നു പോയവരാ. അവര് നിത്യനരകാഗ്നിയിലായിരിക്കും. നിത്യനരകാഗ്നിയിൽ അവർ വെണ്ണീറായി പോകും. അല്ലെ, വെണ്ണീറായി പോകും എന്ന് പറഞ്ഞാൽ നശിച്ചു പോകും എന്നതിൻ്റെ അർത്ഥം. ഓക്കെ, നശിച്ചു പോകും, ഭസ്മമായി പോകും, ഇല്ലാതായി തീരും, ശൂന്യമായി തീരും, നിഷ്പ്രയോജനമായി തീരുന്നൊക്കെ എൻ്റെ അർത്ഥം വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ച് നേടാൻ വേണ്ടി ഓടി നടന്നതാണ്. പക്ഷേ അവരുടെ പ്രവൃത്തികളെല്ലാം വെന്തുപോകും, ഒന്നുമില്ലാതായി തീരും. ഭൂമിയും അതിലെ പണികളെല്ലാം വെന്തുപോകും, അതെല്ലാം ഇല്ലാതായിത്തീരും. എന്ന് പറഞ്ഞതുപോലെ ഭൂമിയിലെ പണികൾക്ക് വേണ്ടി ഓടി നടന്നവരുണ്ട്. അവരെല്ലാം നരകാഗ്നിയിൽ ഇല്ലാതായത് ചാരമായിത്തീരും, ചാരതുല്യമായിത്തീരും. അപ്പോൾ അവിടെ ആരൊക്കെയാ ഉള്ളത്? സാത്താൻ വെണ്ണീറായിരിക്കും, എതിർക്രിസ്തുവും കള്ളപ്രവാചകനും വെണ്ണീറായിരിക്കും. കല്യാണ സദ്യയിൽ നിന്ന് മടിയന്മാരും ദുഷ്ടന്മാരുമായിട്ടുള്ളവരെ തള്ളിക്കളയുന്നവരെ അഗ്നരകത്തിൽ വെണ്ണീറായിരിക്കും. അതുപോലെ മഹത്വ സിംഹാസനം ഇടത്ത ഭാഗത്ത് നിന്ന് തള്ളപ്പെടുന്നവർ വെണ്ണീറായിരിക്കും. അവരാണ് നമുക്കവിടെ വെണ്ണീറായിരിക്കുന്നത്. പിന്നീട് സാത്താൻ അന്നല്ല വെണ്ണീറാകുന്നത്, എതിർക്രിസ്തുവും കള്ളപ്രവാചകനുമാണ് ആദ്യമായി വെണ്ണീറാകുന്നത്. നിഗ്നരാഗ്നിയിൽ കല്യാണശാലയും തള്ളപ്പെടുന്നവർ വെണ്ണീറായിരിക്കും. അതുപോലെ തന്നെ മഹത്വ സിംഹാസനം ഭാഗത്തുനിന്ന് കോലാട്ടത്തിലായിരിക്കുന്ന പാപം ചെയ്തവരെല്ലാവരും പതിരുകളാണ്, വെണ്ണീരായിത്തീരും. പിന്നീട് 1000 ആണ്ട് വാഴ്ചയാണ്. അത് കഴിഞ്ഞപ്പോൾ വെണ്ണീരായിത്തീരുന്നത് പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്ന അഥവാ അതിലുള്ളവർ അവരെല്ലാവരും നിത്യനരകത്തിൽ വെണ്ണീരായിരിക്കും. മരണമാകുന്ന നരകമേൽപ്പിച്ചു കൊടുക്കുന്ന കഠിനഭാവികൾ അവര് ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ കഠിനഭാവികളായിരിക്കുന്ന മനുഷ്യർ നിത്യനരകാഗ്നിയിൽ വെണ്ണീരായിരിക്കും. ദൂതന്മാർ അവര് പുനരുത്ഥാനം പ്രാപിച്ചു വരുമ്പോൾ അവർക്ക് ജലപ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന ശരീരത്തോടു കൂടി അമാനുഷ്യ ശരീരത്തോടുകൂടിയാണ് പുനരുത്ഥാനം പ്രാപിക്കുന്നത്. അവർ ഏൽപ്പിച്ചു കൊടുക്കുന്ന പാതാളമാണ്. പാതാളം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ പാതാളത്തിലുള്ളവരും അവരും ആ പാപികളായിട്ടുള്ള മനുഷ്യരും അവര് നിത്യനരകത്തിലായിരിക്കും. പാപം ചെയ്ത് ചങ്ങലക്കിട്ടിരിക്കുന്ന ദുഷ്ടദൂതന്മാരും ഒടുക്കത്തെ നാളിൽ ദൈവം ഈ പറയുന്ന ദുഷ്ടദൂതന്മാരെയെല്ലാം നരകത്തിലേക്ക് അയക്കും. ഭൂതാത്മാക്കളെയെല്ലാം പാതാളത്തിലേക്ക് അയക്കും. അന്നാണ് കർത്താവ് പാതാളത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടാണ് പാതാളത്തിലേക്ക് ഇവരെ പറഞ്ഞയക്കുന്നത്. അതിനുശേഷമായി അന്ന് നടക്കുന്ന പുനരുത്ഥാനത്തിൽ സമുദ്രം തങ്ങളുടെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഉള്ളവര് അന്ന് വെളിയിൽ വരും. അന്ന് ജീവനോടിരിക്കുന്നവർ, നിത്യജീവനോ ഒക്കെ ഉള്ളവരെ ദൈവം സമുദ്രത്തിലേക്ക് പറഞ്ഞയക്കും. അന്ന് ഭൂമിയിലുള്ള സകല ഭാവികളെയും ദൈവം പാതാളത്തിലേക്ക് പറഞ്ഞയക്കും. അന്ന് വ്യാപരിക്കുന്ന സകല ഭൂതാത്മാക്കളോടും പറയും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ പറയും. പറഞ്ഞത് നീ പാതാളത്തിൽ പറയരുതെന്ന് പറഞ്ഞത്, സമയം അടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത്. അന്ന് കർത്താവ് കൽപ്പിക്കും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകുവാൻ. അന്ന് കഠിനഭാവം ചെയ്ത് ജീവനോടിരിക്കുന്നവരെല്ലാം അവരെ മരിച്ചോ അല്ലെങ്കിൽ അല്ലാതെയോ അവരെ ദൈവം നരകത്തിലേക്ക് തള്ളിവിടും. അതുപോലെ അന്ന് ആയിരിക്കും സകല ദുഷ്ടദൂതന്മാരും പ്രബലമായിരിക്കുന്ന സകല ശക്തികളെയും ആ ദൂതന്മാരെയെല്ലാം നരകത്തിലേക്ക് വിടും. അവിടെ ബന്ധിക്കപ്പെട്ട ഇവരെ എല്ലാവരെയുമാണ് വെള്ളസിംഹാസനം കൊണ്ടിരുന്നത്. അവർക്കും അന്ത്യനായ വിധി ഉണ്ടായി. ഇവരും അന്ന് സാത്താനെ സാത്താനെ ആദ്യമായി വെണ്ണീറാക്കി ഗോഗുമുഖ യുദ്ധം കഴിയുമ്പോൾ തള്ളിക്കളയും. ഇതാണ് എൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യമായി വെണ്ണീറായിത്തീരുന്നത് എതിർക്രിസ്തുവും കള്ളപ്രവാചകനും. കല്യാണ വിരുന്നുശാലയിൽ അവസരം ലഭിച്ചിട്ടും സമയം തക്കത്തിൽ ഉപയോഗിക്കാതെ മത്സരിച്ചു നിന്നവർ വെണ്ണീറായിത്തീരും. നീതിമാന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ കഠിനത കാണിച്ച ഇടത് ഭാഗത്ത് നിൽക്കുന്ന പോരാടുകൾ, അന്നത്തെ അനീതി ചെയ്യുന്ന പാപം ചെയ്തവരെ മുഴുവനും നരകാഗ്നിയിൽ വെണ്ണീറായിത്തീരും. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ ഒടുക്കത്തെ നാളിൽ നടക്കുന്ന ഗോഗുമുഖ യുദ്ധത്തിൽ തീ ഇറങ്ങി അവരെ നശിപ്പിക്കുമ്പോൾ അവിടെ ആത്മാക്കള് അവര് പോകുന്നത് നരകത്തിലേക്ക് പോകും.
അതോടൊപ്പം തന്നെ അന്ന് ദുഷ്ടദൂതന്മാരെ ദൈവം നരകത്തിലേക്ക് പറഞ്ഞുവിടും. അന്ന് നിൽക്കുന്ന സകല ഈ പറയുന്ന സകല ഭൂതാത്മാക്കളെയും പാതാളത്തിലേക്ക് പറഞ്ഞുവിടും. അന്ന് നിൽക്കുന്ന സകല നീതിമാന്മാരായിരിക്കുന്ന മനുഷ്യരെയും സമുദ്രത്തിലേക്ക് പറഞ്ഞു വിടുവാനായിട്ട് ഇടയാത്തരും. ഇവരെല്ലാം പുനരുത്ഥാനം പ്രാപിച്ചിട്ടാണ് വെള്ള സിംഹാസനം ഭാഗം വരുന്നത്. അപ്പോൾ സാത്താൻ വെണ്ണീറായിത്തീരും ഒടുക്കത്തെ നാളിലെ അന്ത്യ ന്യായവിധി കഴിയുമ്പോൾ വെണ്ണീറായിത്തീരുന്നത് പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്നത് വെണ്ണീറായിത്തീരും. പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്ന പാപികളായിരിക്കുന്ന മനുഷ്യരും ഭൂതാത്മാക്കൾ അവര് പുനരുത്ഥാനം പ്രാപിച്ച് അവരും അന്ന് നിത്യനരകാഗ്നിയിൽ വെണ്ണീറായിത്തീരും. നരകമേൽപ്പിച്ചു കൊടുക്കുന്ന കഠിനഭാവികളായിരിക്കുന്ന മനുഷ്യരും ദുഷ്ടദൂതന്മാരും നിത്യ നരകാഗ്നിയിൽ വെണ്ണീറായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുകയും ഈ പറയുന്ന തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഇതിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇതിനോടുള്ള ബന്ധത്തിലുള്ള കൂടുതൽ കാര്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ രാത്രിയിൽ സമയം തീർന്നതുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിനോട് പൂർത്തീകരണം പഠിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രാത്രിയിൽ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ഭാഗങ്ങൾ പുതുവാനുഭൂമിയിലേക്ക് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ സ്വർഗത്തിൽ നിന്ന് പുതിയ യെരൂശലേം ഇറങ്ങി വരണമെങ്കിൽ ഇവിടെ മാറ്റാനുള്ളതെല്ലാം മാറ്റി ദൈവം സ്വർഗരാജ്യം സ്ഥാപിച്ചു. പുതിയ ആകാശ പുതിയ ഭൂമി ഉണ്ടായി. കാൽ കീഴിൽ വെണ്ണീറായിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. പുതുവാനുഭൂമിയിൽ രാജാക്കന്മാരെ പോലെ നീതി വസിക്കുന്ന ഭൂമിയിൽ സന്തോഷത്തോടെ നിത്യജീവന് വേണ്ടിയുള്ള ജീവസ്തിപ്പുള്ളവരും സ്വർഗീയ പ്രതിഷ്ഠിത ദൂതന്മാരും അവരിവിടെ ഉണ്ടായിരിക്കും. സ്വർഗാസ്വർഗത്തിലേക്ക് തിരികെ കരേറിപ്പോകുന്ന കർത്താവും സ്വർഗീയദേശ പ്രാപിച്ചവരും സ്വർഗാസ്വർഗത്തുനിന്ന് പിതാവാൻ ദൈവത്തോടു കൂടെ അവിടെ നിന്ന് ഇറങ്ങുന്ന പുതിയ യെരൂശലേമിനുള്ള ബന്ധത്തിലുള്ള പ്രത്യക്ഷതയെക്കുറിച്ചാണ് ദൈവം വെച്ചാൽ തുടർന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. രാത്രിയിൽ ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. എല്ലാവരും അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്തായിട്ട് നാം കൈവിടപ്പെട്ടു പോകാനുള്ളവരല്ല, തള്ളപ്പെട്ടു പോകാനുള്ളവരല്ല. നാം അവൻ്റെ വലുവിൽ എടുക്കപ്പെടാനുള്ളവരാ. അതല്ല എങ്കിൽ ഒരു പക്ഷേ ശേഷിക്കാനുള്ള സാധ്യതകളുണ്ടതുകൊണ്ട് ശേഷിപ്പിലായി തീരാതെ തികവിലേക്ക് എത്തി കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ നമുക്കിന്ന് രാത്രി സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവേ, എന്നെ കൂടി അങ്ങ് ചേർത്ത് കൊള്ളണമേ എന്നുള്ള വലിയ ആഗ്രഹത്തോടെ ഈ ദിവസങ്ങൾ പറഞ്ഞു വരുന്ന പല്ലവികൾക്കൊക്കെ മാറ്റം വരുത്തി, പഠിപ്പികളൊക്കെ മാറ്റം വരുത്തി, ദിവസങ്ങളിൽ ആധികാരികമായ ദൈവത്തിൽ സത്യം മനസ്സിലാക്കുവാൻ പാമ്പുകളാകുന്ന ശത്രുക്കളെയും പാമ്പുകളെയും തെളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടിക്കളയാനുള്ള അധികാരം ദൈവം തന്നിരിക്കാൻ ഇത് മുഴുവനും അക്ഷരാർത്ഥത്തിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇന്ന് നാം പ്രാർത്ഥിച്ചതിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് നമ്മളെ മുള്ളുപോലെ കുത്തുന്ന വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടദൂതന്മാരുണ്ട്. അതായത് ഭൂതാത്മാക്കൾ നമുക്കുണ്ട്. നമ്മുടെ അനുഗ്രഹത്തിനും എതിരായിട്ട് പ്രവർത്തിക്കുന്ന അധികാരശക്തികളുണ്ട്. അത് മനുഷ്യർ അതുപോലെ സർപ്പസന്തതികളെ പോലുള്ളവർ അവരും നമുക്കെതിരെ നിൽക്കുമ്പോൾ ഇവരെയെല്ലാം ശാസിച്ചൊതുക്കാനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ടെന്നാൽ അക്ഷരികമായിട്ട് ഇവരെല്ലാം വെണ്ണീറായിത്തീരും. അന്ന് ദൈവമക്കളുടെ കീഴിൽ ഇതെല്ലാം വെണ്ണീറായിത്തീരുമെന്ന് മലാഖയുടെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നടന്നിരിക്കും. അതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ശേഷിക്കപ്പെടാനുള്ളവരല്ല, ചേർക്കപ്പെടുവാനുള്ളവരാണ്. കർത്താവിൻ്റെ വരവിൽ നിന്ന് ദൂത് കൈമാറിക്കൊണ്ട് വചനത്തിന് വിരാമം ഇടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.